നമ്മുടെ സെക്കൻഡ് ബുക്കിലെ കുറച്ച് ടോപ്പിക്കാണ് കേട്ടോ. നമ്മൾ നാളെ നമുക്ക് റിവിഷൻ ക്ലാസ് ഉണ്ട്, നമുക്ക് നാളെ ഉണ്ടല്ലോ ക്ലാസ്. അപ്പോൾ നമ്മൾ മെയിൻ ടോപ്പിക്ക് നാളെ ഡിസ്കസ് ചെയ്യും. ഇന്ന് നമ്മൾ ആ ചെറിയ ടോപ്പിക്കൊക്കെ ഇല്ലേ, റേഷ്യോസ് അല്ലേ, പിന്നെ ഡിബഞ്ചർ ഒക്കെ ഇന്ന് ഡിസ്കസ് ചെയ്ത് പോകാം കേട്ടോ. അപ്പോൾ സമയം കളയേണ്ട, നമുക്ക് ആകെ കുറച്ച് സമയമേ ഉള്ളൂ. ഒരുപാട് ക്വസ്റ്റ്യൻ നമുക്ക് ഡിസ്കസ് ചെയ്യണം. അപ്പോൾ ഇതാ ഞാൻ ക്വസ്റ്റ്യൻ കാണിക്കുകയാണ്. അത് ഫസ്റ്റ് റേഷ്യോസ് നോക്കാം കേട്ടോ. അക്കൗണ്ടിങ് റേഷ്യോസിന്റെ ചാപ്റ്റർ ഇന്ന് വരാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ബോഡി കാണിക്കുന്നുണ്ട്. വേഗം ഒന്ന് കോപ്പി ചെയ്യും കേട്ടോ. അക്കൗണ്ടിങ് റേഷ്യോസിന്റെ ഒരു ക്വസ്റ്റ്യൻ ആണ്, ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്, വരാൻ ചാൻസ് ഉണ്ട്. വേഗം ഒന്ന് കോപ്പി ചെയ്യാം. ഓക്കെ സാർ അങ്ങനെയുള്ളൂ. പുതിയ കുട്ടികൾ മക്കൾ ആരൊക്കെ പുതിയ കുട്ടികൾ ക്ലാസ്സിലേക്ക് വേണ്ടി ജോയിൻ ചെയ്തിട്ടുള്ള ആൾക്കാർ ഹാൻഡ് റൈസ് ചെയ്തേ. നമ്മുടെ പുതിയ ആൾക്കാർ ഇന്ന് ക്ലാസ് കാണാൻ വേണ്ടി വന്നിട്ടുള്ള ആരൊക്കെ ഉണ്ട്? നമ്മുടെ തെരേസ എന്നാണോ? ട്രീസ എന്നാണ്. തെരേസ എന്നറിയില്ല. അപ്പൊ ട്രീസ വിളിച്ചു നോക്കാം. ട്രീസ അൺമ്യൂട്ട് ചെയ്യാൻ പറ്റുമോ? ട്രീസ വീഡിയോ ഓഫ് ആണല്ലോ. എന്തോ അറിയാത്തോണ്ടായിരിക്കും, കുഴപ്പമില്ല. പോലെ ക്വസ്റ്റ്യൻ ചെയ്തെടുത്തോ കേട്ടോ. ഇത് കാൽക്കുലേറ്റ് കറണ്ട് റേഷ്യോ ഫ്രം ദി ഫോളോയിങ് ഇൻഫർമേഷൻ. കറണ്ട് റേഷ്യോ കണ്ടുപിടിക്കുന്ന ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. കറണ്ട് റേഷ്യോന്റെ ഒരു ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് തന്നിട്ടുള്ള ഇൻഫർമേഷൻ നോക്കി എന്തൊക്കെയുണ്ട്. ടോട്ടൽ അസറ്റ്സ് പറയുന്നുണ്ട്, നോൺ കറണ്ട് ലയബിലിറ്റീസ് പറയുന്നുണ്ട്, ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് ഉണ്ട്, നോൺ കറണ്ട് അസറ്റ് ഫിക്സ് അസറ്റ് അല്ലേ, ഫിക്സ്ഡ് അസറ്റ് പറയുന്നുണ്ട്. ദ ലാസ്റ്റ് വൺ ഈസ് നോൺ കറണ്ട് ഇൻവെസ്റ്റ്മെന്റും പറയുന്നുണ്ട്. ഇൻവെസ്റ്റ്മെന്റ് അസറ്റ് ആണെന്ന് അറിയാമല്ലോ, ഇൻവെസ്റ്റ്മെന്റ് പറയുന്നുണ്ട്. നമ്മൾ എന്ത് ചെയ്യണം? ഇതെല്ലാം വെച്ചിട്ട് എന്ത് ചെയ്യണം? നമ്മൾ നമ്മുടെ കറണ്ട് റേഷ്യോ കണ്ടുപിടിക്കുക കേട്ടോ. ഈ ഒരു ടൈപ്പ് ക്വസ്റ്റൻ ഒക്കെ എക്സാം ഞാൻ എക്സ്പെക്ട് ചെയ്യാം കേട്ടോ. ദിൽഷ കുറച്ച് ക്വസ്റ്റ്യൻസ് അയച്ചിരുന്നു, ഞാൻ കണ്ടിട്ട്. ദിൽഷ എക്സാമിന് കുറച്ച് ഡൗട്ട് അയച്ചിരുന്നു, ഞാൻ ഡൗട്ട് കണ്ടു റിപ്ലൈ തരാം കേട്ടോ. ഓക്കെ, ഇതാണ് ക്വസ്റ്റ്യൻ കേട്ടോ. ഈ ക്വസ്റ്റ്യൻ ചെയ്യാൻ അറിയാം, അല്ലെങ്കിൽ ഇത് ഓക്കെ ആണ്, എനിക്കൊന്ന് ഓക്കെ കിട്ടും എന്നുള്ളൊരു ഹാൻഡ് റൈസ് ചെയ്തേ. കുഴപ്പമില്ല എന്നുള്ളൊരു ഹാൻഡ് റൈസ് ചെയ്തേ. കുഴപ്പമില്ല, അത്യാവശ്യം എനിക്ക് അറിയാം അല്ലേ. അപ്പൊ അറിയാവുന്നവരെ വേഗം ചെയ്ത് തുടങ്ങി കേട്ടോ. ബാക്കിയുള്ളവർ ഇങ്ങനെ നോക്കിയിരുന്നു. നിങ്ങൾ ചെയ്ത് തുടങ്ങിക്കോളൂ, ഇങ്ങോട്ട് നോക്കണ്ട. നിങ്ങളുടെ ഇത് പോകും കേട്ടോ, കോൺഫിഡൻസ് പോകും. ഇങ്ങോട്ട് നോക്കിയിരിക്കണം കേട്ടോ. അറിയാത്തവരെ നോക്കിയിരുന്നു കേട്ടോ. ഫസ്റ്റ് നമ്മൾ എന്താ അറിയാം മക്കളെ, എന്താ ചോദിച്ചിരിക്കണേ? കറണ്ട് റേഷ്യോ കേട്ടോ. എന്തൊക്കെ ഇക്വേഷൻ അറിയാം? എന്താ കറണ്ട് റേഷ്യോ ഇക്വേഷൻ? കറണ്ട് റേഷ്യോ എന്താ ഇക്വേഷൻ അറിയാം കേട്ടോ. നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. സാറെ വിളിച്ചാലോ? വിളിക്കുക, മനേഷിനെ വിളിച്ചേ. നമുക്ക് നമ്മുടെ ക്ലാസ് മനേഷിനെ കൊണ്ട് സ്റ്റാർട്ട് ചെയ്യാം. പറയാം മനേഷേ, കറണ്ട് റേഷ്യോ ഇക്വേഷൻ പറഞ്ഞോടാ. സിയുടെ ഫുൾ ഫോം ഒക്കെ അറിയാമോ? എന്താ സി എന്ന് പറഞ്ഞാല് ചാർട്ടർ അക്കൗണ്ടന്റ് ആണോ? കറണ്ട് അസറ്റ് ഡിവൈഡ് ബൈ കറണ്ട് ലയബിലിറ്റി. ഓക്കേടാ. ഓക്കെ ഭാഗ്യമുണ്ട് കേട്ടോ, അത് സംസാരിച്ചില്ല. ഓക്കെ, അപ്പൊ കറണ്ട് അസറ്റ് ഡിവൈഡ് ബൈ കറണ്ട് ലയബിലിറ്റി ആണ് ഇക്വേഷൻ. ഓക്കെ, അപ്പൊ നമ്മൾ എന്താ പറയാ മക്കളെ, നമ്മള് ഈ തന്നിരിക്കുന്ന ഐറ്റംസ് ഇല്ലേ, ഈ ഐറ്റത്തിൽ എന്ത് ചെയ്യണം? നമുക്ക് വേണ്ടത് എന്തൊക്കെയാ വേണ്ടത്? കറണ്ട് അസറ്റ് വേണം, കറണ്ട് ലയബിലിറ്റി വേണം. രണ്ടും എന്ത് ചെയ്യാം? നമ്മൾ ഫിഗർ ഔട്ട് ചെയ്യണം കേട്ടോ. ഇവിടെ കുറെ ഐറ്റംസ് കൊടുത്തിട്ടുണ്ട്, ഒന്നും എന്തില്ല, കറണ്ട് ഇത് നോൺ കറണ്ട് ഉണ്ട് അല്ലേ. നോൺ കറണ്ട് മീൻസ് എന്താ? കറണ്ട് അല്ലാത്തതുണ്ട്. പക്ഷെ എന്തല്ല, നമുക്ക് ആവശ്യമുള്ള കറണ്ട് അസറ്റും ഇല്ല, കറണ്ട് ലയബിലിറ്റി രണ്ടും ഇല്ല. പക്ഷെ എന്താണ്, ഇതൊക്കെ വെച്ചുകൊണ്ട് രണ്ട് കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ അല്ലേ? നോക്കി എന്തൊക്കെ നമുക്ക് തന്നിട്ടുള്ള ഇൻഫർമേഷൻ നോക്കി. ടോട്ടൽ അസറ്റ്സ് ഉണ്ട് കേട്ടോ. ടോട്ടൽ അസറ്റ് പറയുന്നുണ്ട് 3 lakhs. നോൺ കറണ്ട് ലയബിലിറ്റി ഒക്കെ വേണ്ട കറണ്ട് ലയബിലിറ്റി ആണല്ലേ. പക്ഷെ ഇവിടെ തന്നിരിക്കുന്നത് എന്താണ്? നോൺ കറണ്ട് ലയബിലിറ്റിയാ, കറണ്ട് അല്ല അത്, നോൺ കറണ്ട് ആണ്. ദാറ്റ് മീൻസ് എന്താണ്? ഫിക്സഡ് ആണ് കേട്ടോ, ഫിക്സഡ് ലയബിലിറ്റി ആണ്. അപ്പൊ അത് എടുക്കാൻ പറ്റില്ല. ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട്, അതായത് ക്യാപിറ്റൽ കേട്ടോ, ക്യാപിറ്റൽ എടുക്കാൻ പറ്റില്ല. നോൺ കറണ്ട് അസറ്റ്സ്, നമുക്ക് വേണ്ട കറണ്ട് അസറ്റ് അല്ലേ. എന്താ പറഞ്ഞിരിക്കണം? നോൺ കറണ്ട് അസറ്റ് പറഞ്ഞിരിക്കണേ. നമുക്ക് ആവശ്യമില്ല, ആവശ്യമുണ്ട്, ഡയറക്റ്റ് എടുക്കാൻ പറ്റില്ല. ലാസ്റ്റ് നോക്കിയേ, നോൺ കറണ്ട് ഇൻവെസ്റ്റ്മെന്റ്, അതെന്താണ്? അസറ്റ് ആണ്, പക്ഷെ എന്ത് ചെയ്യാൻ പറ്റില്ല? നേരിട്ട് എടുക്കാൻ പറ്റില്ല, കറണ്ട് അല്ല. അപ്പൊ എന്ത് ചെയ്യണം? ഇതൊക്കെ വെച്ചുകൊണ്ട് എന്ത് ചെയ്യണം? കറണ്ട് അസറ്റും കറണ്ട് ലയബിലിറ്റി കണ്ടുപിടിക്കണം. ഓക്കെ, ഇവിടെ നോക്കിയ മക്കളെ, നമുക്ക് ഒരു സംഭവം അറിയാലോ. ഈ ടോട്ടൽ അസറ്റ്, കമ്പനിയുടെ ടോട്ടൽ അസറ്റ് എന്ന് പറഞ്ഞാൽ എന്താ സംഭവം? ടോട്ടൽ അസറ്റിന്റെ എന്ത് സംഭവം? ആ കമ്പനിയിലെ കറണ്ട് അസറ്റും അതേപോലെ നോൺ കറണ്ട് അസറ്റ് കൂട്ടുന്നതല്ലേ, ആഡ് ചെയ്യുന്നല്ലേ ടോട്ടൽ അസറ്റ് പറയണേ. ഇവിടെ നോക്കിയേ, ഇവിടെ ടോട്ടൽ അസറ്റ് പറയുന്നത് എത്ര പറയുന്നുണ്ട്? 3 lakh അല്ലേ. അപ്പൊ നോക്കിയേ, ടോട്ടൽ അസറ്റ് എത്രയുണ്ട്? 3 lakh ഉണ്ട്. അതായത് കറണ്ട് അസറ്റും നോൺ കറണ്ട് അസറ്റും ആഡ് ചെയ്യുന്ന എമൗണ്ട് ആണ് ഇവിടെ തന്നിരിക്കുന്നത് അല്ലേ. ഇതില് കറണ്ട് അസറ്റ് ഇല്ലല്ലോ, അപ്പൊ ഇതില്ല കേട്ടോ. അപ്പൊ കറണ്ട് അസറ്റ് പറയുന്നില്ല. കറണ്ട് അസറ്റ് പ്ലസ് നോൺ കറണ്ട് എന്ന് പറയുന്നുണ്ട്. എന്തൊക്കെ നോക്കിയത് കണ്ടതാ? നോൺ കറണ്ട് അസറ്റ് പറയുന്നുണ്ട്. എത്രയാണ്?
1,60,000. അത് കൂടാതെ നോൺ കറണ്ട് ഇൻവെസ്റ്റ്മെന്റ് കണ്ടോ, ഇൻവെസ്റ്റ്മെന്റ് എന്താണ്, അതും അസറ്റ് ആണ് കേട്ടോ, നോൺ കറണ്ട് അല്ലേ. അപ്പൊ എന്ത് ചെയ്യാം, അതും അങ്ങോട്ട് ആഡ് ചെയ്യാം. കണ്ടോ 1 lakh. അപ്പൊ നോക്കിയേ, ടോട്ടൽ അസറ്റ് എന്ന് പറയുന്നത് എന്താണ്, കമ്പനിയുടെ കറണ്ട് അസറ്റും നോൺ കറണ്ട് അസറ്റും ആഡ് ചെയ്യുന്നതാണ് ടോട്ടൽ അസറ്റ്. ഈ ടോട്ടൽ അസറ്റ് ക്വസ്റ്റിൽ പറയുന്നുണ്ട് 3 lakh എന്ന് പറയുന്നുണ്ട്, കറണ്ട് അസറ്റ് പറയുന്നില്ല. അപ്പൊ കറണ്ട് അസറ്റ് തന്നെ എഴുതാം. പ്ലസ് നോൺ കറണ്ട് 2 ഐറ്റം പറയുന്നുണ്ട്. നോൺ കറണ്ട് അസറ്റ് ഫിക്സ് അസറ്റ് പറയുന്നുണ്ട്, നോൺ കറണ്ട് ഇൻവെസ്റ്റ്മെന്റ് ഇസ് ഓൾസോ അസറ്റ് കേട്ടോ. അപ്പൊ അതും പറയുന്നുണ്ട്. ഇപ്പൊ നോക്കിയേ 3 lakh ഇസ് ഈക്വൽ ടു കറണ്ട് അസറ്റ് പ്ലസ് ഇത് ആഡ് ചെയ്യാം കേട്ടോ. 1,60,000 പ്ലസ് 1 lakh 2,60,000 ആണ്. ഇപ്പോൾ നോക്കിയ മക്കളെ, ഇതാണ്ടോ ഒരു കമ്പനി ടോട്ടൽ 3 lakh അല്ലേ, അത് 2,60,000 കറണ്ട് അസറ്റ് കൂട്ടുമ്പോൾ കിട്ടുന്ന എമൗണ്ട് 3 lakh. അപ്പൊ ഇന്ന് കറണ്ട് അസറ്റ് കണ്ടുപിടിക്കാമല്ലോ. എങ്ങനെ കണ്ടുപിടിക്കാം, സാർ ഒരാൾ വിളിച്ചേ, ഇത് കറണ്ട് അസറ്റ് കണ്ടുപിടിക്കാമല്ലോ. എങ്ങനെ കണ്ടുപിടിക്കാം കറണ്ട് അസറ്റ്, വിളിച്ചോളൂ. ആരും ചോദിക്കാം, അരവിന്ദ് പറയും. അരവിന്ദ് എങ്ങനെ കണ്ടുപിടിക്കാം, അരവിന്ദ് കറണ്ട് അസറ്റ് എങ്ങനെ കണ്ടുപിടിക്കാം? പ്ലസ് ആണോ മൈനസ്? നമ്മൾ നോക്കിയാ കണ്ടോ 2,60,000 കൂടെ എന്തോ ആഡ് ചെയ്തപ്പോഴാണ് 3 lakh കിട്ടിയത്. അപ്പൊ എന്ത് ചെയ്യണം, മൈനസ് ചെയ്താൽ പോരെ. അപ്പൊ എന്ത് ചെയ്യാം, 3 lakh മൈനസ് ചെയ്യാം കേട്ടോ. 3 lakh എന്ത് ചെയ്യാം, 2,60,000 അങ്ങോട്ട് മൈനസ് ചെയ്യാം. അപ്പൊ തരും, ബാക്കി തരും 40,000. 40,000 ആണ് എന്ത്, കറണ്ട് അസറ്റ്. ശരിയല്ലേ? 2,60,000 പ്ലസ് 40 അല്ലേ 3 lakh, ശരിയല്ലേ? അപ്പൊ എത്രയാണ് കറണ്ട് അസറ്റ്? 40. അപ്പൊ ഇതാണ് വേണ്ട സംഭവം. അപ്പൊ കണ്ടോ, അതെ കറണ്ട് അസറ്റ് കിട്ടിയല്ലേ, കണ്ടോ 40,000 കറണ്ട് അസറ്റ് കിട്ടി കേട്ടോ. ഒരെണ്ണം കിട്ടി, പകുതി രക്ഷപ്പെട്ടു. ഇനി എന്ത് വേണം, കറണ്ട് ലയബിലിറ്റി വേണം. പക്ഷെ ഡയറക്റ്റ് പറയുന്നുണ്ടോ, ഇല്ല. മകളെ കറണ്ട് അസറ്റ് കണ്ടുപിടിച്ച് ഡൗട്ട് ഉണ്ടെങ്കിൽ ആക്കി ചോദിക്കാം കേട്ടോ. ആർക്ക് സാർ ഫസ്റ്റ് ഹാൻഡ് ഡ്രസ് ഒന്നല്ലോ, നമ്മൾ എപ്പോഴും ഡൗട്ട് ചോദിക്കുന്ന ആള് സെക്കൻഡ് റോയില്, ഫസ്റ്റ് റോയിൽ രണ്ടാമത്തെ ആള്. കീർത്തന ഡൗട്ട് ഉണ്ടോ? കീർത്തന കറണ്ട് അസറ്റ് കണ്ടുപിടിച്ച ഡൗട്ട് ഉണ്ടോ? മോളെ ഇൻവെസ്റ്റ്മെന്റ് അസറ്റ് ആണ് കേട്ടോ. ഇൻവെസ്റ്റ്മെന്റ് അസറ്റാ. ഇൻവെസ്റ്റ്മെന്റ് വെറുതെ പറഞ്ഞ കറണ്ട് അസറ്റ് ആണ്. നോൺ കറണ്ട് എടുത്ത് പറഞ്ഞാൽ അത് കറണ്ട് അല്ല കേട്ടോ, ഫിക്സഡ് ആണ് കേട്ടോ. അപ്പൊ കണ്ടോ, അതെ നോൺ കറണ്ട് അസറ്റ്. അപ്പൊ ഈ ഒരു കാറ്റഗറി രണ്ടെണ്ണം ഉൾപ്പെടും. ഏതൊക്കെ ഉൾപ്പെടും? നോൺ കറണ്ട് അസറ്റും ഉൾപ്പെടും, നോൺ കറണ്ട് ഇൻവെസ്റ്റ്മെന്റ് ഉൾപ്പെടും കേട്ടോ. നോൺ കറണ്ട് അസറ്റ് കേട്ടില്ല, എന്താണ്? മാത്രം ഉണ്ടെങ്കിൽ കറണ്ട് അസറ്റ് ആയിട്ട് എടുത്താൽ മതി കേട്ടോ. ഓക്കെ, നോൺ കറണ്ട് എടുത്ത് പറഞ്ഞാൽ ദാറ്റ് മീൻസ് നോൺ ഇൻ കറണ്ട് അല്ലെ, നേച്ചർ കേട്ടോ, അതാണ് നോൺ കറണ്ട്. ഓക്കെ, അപ്പൊ കിട്ടിയല്ലോ. എന്ത് ചെയ്യാം, കറണ്ട് ലയബിലിറ്റി കണ്ടുപിടിക്കാം. അപ്പൊ നമ്മൾ എടുത്തൊക്കെ ടിക്ക് ചെയ്തോ കേട്ടോ. അസറ്റ് ഒക്കെ എടുത്തു, നോൺ കറണ്ട് അസറ്റ് എടുത്തു, നോൺ കറണ്ട് ലയബിലിറ്റി ഒക്കെ എടുത്തു കേട്ടോ. ഇനി ഇതാ ഇവിടെ കണ്ടോ, നോൺ കറണ്ട് ലയബിലിറ്റി ഉണ്ട്. എല്ലാവർക്കും നമുക്ക് വേണ്ടത് കറണ്ട് ലയബിലിറ്റി ആണ് കേട്ടോ. ഇവിടെ എന്താ തന്നിരിക്കണേ, നോൺ കറണ്ട് ലയബിലിറ്റി ഉണ്ട്, പിന്നെ ഷെയർ ഹോൾഡേഴ്സ് ഫണ്ടും ഉണ്ട് അല്ലേ, രണ്ട് ഐറ്റംസ് ഉണ്ട്. നമുക്ക് അറിയാലോ, ഒരു ഇക്വേഷൻ അറിയാലോ, +1 പഠിച്ചതല്ലേ. അസറ്റ്സ് ഇസ് ഈക്വൽ ടു ക്യാപിറ്റൽ പ്ലസ് ലയബിലിറ്റീസ് പഠിച്ചല്ലേ, നമ്മള് ഇക്വേഷൻ പഠിച്ചല്ലേ, +1 പഠിച്ചതല്ലേ. ക്യാപിറ്റൽ പ്ലസ് ലയബിലിറ്റീസ് പഠിച്ചാണ്. ഓക്കെ, ഇവിടെ ടോട്ടൽ അസറ്റ് പറയുന്നില്ലേ, എത്ര പറയുന്നത്? ടോട്ടൽ അസറ്റ് 3 lakh എന്ന് പറയുന്നുണ്ട് അല്ലേ. അപ്പൊ അസറ്റിന്റെ വാല്യൂ ഉണ്ട് അല്ലേ, 3 lakh ഉണ്ട്. 3 lakh ഇസ് ഈക്വൽ ടു ക്യാപിറ്റൽ ഉണ്ടോ നോക്കി. ക്യാപിറ്റൽ മക്കളെ ക്യാപിറ്റൽ തന്നെ അല്ലേ ഈ ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് കേട്ടോ. അത് ക്യാപിറ്റൽ അറിയാലോ, ഷെയർ ഹോൾഡർമാരുടെ ഫണ്ടാണ് ഷെയർ ക്യാപിറ്റൽ അറിയാലോ. അപ്പൊ ക്യാപിറ്റൽ അല്ലേ ഈ ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട്. അപ്പൊ അറിയാലോ എത്രയാണ്, 2 lakh കണ്ടോ, 2 lakh പ്ലസ് ഈ ലയബിലിറ്റീസ് എന്ന് പറയാമല്ലോ, കറണ്ട് ലയബിലിറ്റി ഉൾപ്പെടാം, നോൺ കറണ്ട് പറയാം കേട്ടോ. ഇവിടെ നോക്കി മക്കളെ, ഇവിടെ നോൺ കറണ്ട് പറയുന്നുണ്ട് അല്ലേ. അപ്പൊ 80,000 പ്ലസ് കറണ്ട് ലയബിലിറ്റി ചെയ്താലോ, ശരിയല്ലേ? നമുക്കറിയാലോ ലയബിലിറ്റീസ് രണ്ടും ഉൾപ്പെടും അല്ലേ, കറണ്ട് ഉൾപ്പെടും, നോൺ കറണ്ട് ഉൾപ്പെടും. ഇവിടെ നോക്കിയേ, അസറ്റിന്റെ വാല്യൂ കിട്ടി, ക്യാപിറ്റലിന്റെ വാല്യൂ കിട്ടി, ലയബിലിറ്റീസിൽ ഒരെണ്ണം ഉണ്ട് അല്ലേ, നോൺ കറണ്ട് ലയബിലിറ്റീസ് ഉണ്ട്. ഈ നോൺ കറണ്ടും കൂടി ആഡ് ചെയ്യുന്ന ടോട്ടൽ ലയബിലിറ്റീസ് എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ നോക്കിയേ, 3 lakh is equal to 2 lakh plus 80,000 plus current liability. അതായത് 3 lakh is equal to 2,80,000 plus current liability. അപ്പൊ കറണ്ട് ലയബിലിറ്റി എത്രയായിരിക്കും, മാർക്ക് പറയാം. സാർ വിളിച്ചേ, നമ്മുടെ ലാസ്റ്റ് റോ, സെക്കൻഡ് റോയിൽ ലാസ്റ്റ് വന്നു മാരിനോ വിളിച്ച. മാരിനോ എത്രയായിരിക്കും മാരിനോ കറണ്ട് ലയബിലിറ്റി? 20,000 ആണ് കേട്ടോ മക്കളെ. എങ്ങനെ കിട്ടുന്ന അറിയാലോ, നോക്കിയേ. അസറ്റ് ഇസ് ഈക്വൽ ടു ക്യാപിറ്റൽ പ്ലസ് ലയബിലിറ്റി ഇക്വേഷൻ ഒക്കെ അപ്ലൈ ചെയ്യാം കേട്ടോ. അസറ്റിന്റെ വാല്യൂ പറയുന്നുണ്ടല്ലോ 3 lakh ആണ്. ടോട്ടൽ അസറ്റ്സ് 3 lakh ഇസ് ഈക്വൽ ടു ക്യാപിറ്റൽ തന്നെയല്ലേ ഈ ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട്.
അല്ല ഷെയർ ക്യാപിറ്റൽ അല്ലേ, അപ്പോൾ ക്യാപിറ്റൽ എമൗണ്ട് എഴുതാം. ഈ ലയബിലിറ്റീസ് ആകുമ്പോൾ എന്ത് വരും, രണ്ടും വരും അല്ലേ, നോൺ കറണ്ടും വരും അതുപോലെ കറണ്ടും വരും കേട്ടോ. ഇതൊക്കെ നോൺ കറണ്ട് ഐറ്റം ഉണ്ട് അല്ലേ, അറിയാമല്ലോ, നോൺ കറണ്ട് ലയബിലിറ്റീസ് അറിയാമല്ലോ, 80,000 80,000 ഉണ്ട്, പിന്നെ പ്ലസ് കറണ്ട് ലയബിലിറ്റി വരും ഇവിടെ കേട്ടോ. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ 20,000 വരും കേട്ടോ. ഇപ്പൊ കറണ്ട് ലയബിലിറ്റി കിട്ടിയല്ലോ 20,000. ഇനി എന്ത് ചെയ്യാം, നേരെ ഇക്വേഷനിലേക്ക് ചെയ്യാം അല്ല, 40,000 ഡിവൈഡ് ബൈ 20,000 കട്ട് ചെയ്യാമല്ലോ, 4/2 ദാറ്റ് ഈസ് 2:1. ഐഡിയൽ തന്നെ വന്നല്ലേ, ഐഡിയൽ റേഷ്യോ ആണ് കേട്ടോ 2:1. അറിയാത്ത വേഗം എഴുതിയെടുത്തോ കേട്ടോ. സാറി ഫസ്റ്റ് റോയിൽ ഫസ്റ്റ് ഇരിക്കുന്ന ആളുടെ ഹാൻഡ് റൈസ് ആണല്ലോ, ഉത്തരം അറിയാന്ന് പറഞ്ഞാണോ? ഇല്ല, അത് ചോദിച്ചപ്പോ അവൻ പോയി. തെരേസ കുട്ടിക്ക് മനസ്സിലായോ? തെരേസ എന്നാണോ ട്രീസ എന്നാണോ? ട്രീസ എന്നാണ് കേട്ടോ. ചില കുട്ടികൾക്ക് പേര് മാറ്റി വിളിക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമുക്ക് പെട്ടെന്ന് കുറച്ച് ചില വേർഡൊക്കെ നമുക്ക് കിട്ടില്ല, പല രീതിയിൽ പ്രൊനൗൺസ് ചെയ്യാമല്ലോ. ഇപ്പൊ ശാന്തി എന്നുള്ള കുട്ടി നമ്മൾ ശാന്ത എന്നൊക്കെ വിളിച്ച് അങ്ങനെ ഇരിക്കും, അതുപോലെയാണ് കുട്ടികൾക്ക്. മനസ്സിലായെന്ന് പറയുന്നുണ്ട്. ഓക്കെ ഓക്കെ, പേര് മാറ്റി വിളിച്ചാണോ മനസ്സിലായെന്ന് പറഞ്ഞത്? ആൻസർ ആണോ? ഓക്കെ ഓക്കെ, മെസ്സേജ് ചെയ്യുന്നുണ്ട് കേട്ടോ. കുട്ടിക്ക് ഒന്ന് വീഡിയോ ഓൺ ആക്കാത്ത കുട്ടി ഈ വീഡിയോ ഓൺ ആക്കിയിട്ട് പുറകോട്ട് നോക്കി ഇരിക്കുന്ന കുട്ടിയുണ്ട്, വിളിച്ച് ഫസ്റ്റ് വൺ. എന്താ അവിടെ? ശ്രീബാല ഇങ്ങോട്ട് നോക്ക്. ഞാൻ ഇവിടെ നിൽക്കാം. ശ്രീ ഇങ്ങോട്ട് നോക്ക് കേട്ടോ. പുറകെ ആരും നോക്കി, അവിടെ നോക്കി ഇരിക്കുകയാണ്. ഓക്കെ, ക്ലിയർ ആണോ ശ്രീബാല? ഇതൊക്കെയാണോ? ഓക്കെ അല്ലേ? ഓക്കെ, എങ്കിൽ അടുത്ത ക്വസ്റ്റിലേക്ക് പോവാം. സാർ അടുത്ത ക്വസ്റ്റ്യൻ കാണിച്ചു, സമയം കളയേണ്ട മക്കളിൽ നിന്ന് എഴുതിയെടുക്കുക. യെസ് ദാ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട് കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണേ. കുറച്ച് ദിവസം കൂടെ ഉള്ളൂ, കാര്യമായിട്ട് പഠിച്ചു തുടങ്ങിക്കോ കേട്ടോ. എത്ര സമയം പഠിക്കാറുണ്ട് ഇപ്പോൾ? സാർ വിളിച്ച് ചോദിച്ചു നോക്കാം. നമ്മുടെ 3rd റോയില് 3ാമത്തെ ആളെ വിളിച്ചേ, ലിബിന് സമയം കിട്ടില്ല എന്നൊക്കെ ഒരു എന്താ പറഞ്ഞു ഷാർണ മിസ്സിനോട് ആണോ? ലിബിന് സമയം കിട്ടിയെന്ന് എക്സാമിന്? ഓക്കെ, സമയം കണ്ടെത്തി ചെയ്യട്ടോ. കുറച്ച് സ്പീഡ് ആയിക്കോട്ടെ. ലിബിൻ സ്പീഡ് ആയിരുന്നല്ലോ, സൂപ്പർ ഫാസ്റ്റ് ആയിരുന്നല്ലോ. ഓക്കെ, ഇപ്പൊ എത്ര സമയം പഠിക്കാറുണ്ട് എക്സാമിന് വേണ്ടി? എത്ര അവേഴ്സ് പഠിക്കാറുണ്ട്? പോയോ? അത് ചോദിച്ചു പോയി. ഓക്കെ ഓക്കെ, മിടുക്കൻ. 6 hours ആയപ്പോ നമ്മുടെ കൽപ്പറ്റ പേടിച്ചു പോയി. ഐറിൻ പഠിക്കുന്നത് വെറും 6 മിനിറ്റാണ് പഠിക്കുന്നത്. ഓക്കെ, ഇതാണ് ക്വസ്റ്റ്യൻ കേട്ടോ. ഫ്രം ദി ഫോളോയിങ് ഇൻഫർമേഷൻ കാൽക്കുലേറ്റ് ഇൻവെന്ററി ടേൺ ഓവർ റേഷ്യോ കേട്ടോ. ഇൻവെന്ററി ആണ്, ഇൻവെന്ററി ടേൺ ഓവർ റേഷ്യോ കണ്ടുപിടിക്കുന്നത് കേട്ടോ. വേഗം ചെയ്ത് നോക്കി അറിയാം ചെയ്യാൻ പറ്റുമെന്ന് നോക്കി. ഞാൻ 2 മിനിറ്റ് സമയം തരാം. നമ്മുടെ ലാസ്റ്റ് ഇരിക്കുന്ന നമ്മുടെ ശരൺ, എന്ത് കാണാൻ കഴിഞ്ഞത്? ശരണിനെ കാണുമ്പോൾ ഒരു ആശ്വാസമായിരുന്നു. ഇല്ലെന്നോ? മുടിയൊക്കെ വെട്ടിയോ എക്സാം ആയതുകൊണ്ട്? മുടിട്ടിയോ? മുടിയുടെ എക്സാം ഹോളിൽ കേട്ടില്ലെന്ന് പറഞ്ഞല്ലേ? ഓക്കെ ഓക്കെ, നന്നായി. അവൻ കുട്ടപ്പനായിപ്പോ, കുളിപ്പിച്ച് കുട്ടപ്പനാക്കി. കേട്ടോ, കാൽക്കുലേറ്റ് ഇൻവെന്ററി ടേൺ ഓവർ റേഷ്യോ കണ്ടുപിടിക്കുക കേട്ടോ. ഇൻവെന്ററി ടേൺ ഓവർ റേഷ്യോ കണ്ടുപിടിക്കുക. ഇൻഫർമേഷൻ എന്തൊക്കെയാ തന്നിരിക്കുന്നത്? ഇൻവെന്ററി ഇൻ ദ ബിഗിനിങ് പറയുന്നുണ്ട്, ഇൻവെന്ററി അറ്റ് ദ എൻഡ് പറയുന്നുണ്ട്, നെറ്റ് പർച്ചേസ് ഉണ്ട്, വേജസ് ഉണ്ട്, റവന്യൂ ഫ്രം ഓപ്പറേഷൻ ഉണ്ട്, ക്യാരേജ് ഇൻവേർഡ്സ് ഉണ്ട് കേട്ടോ. ഇത്ര ഐറ്റംസ് ഉണ്ട്. ഇതൊക്കെ ആദ്യം തന്നെ ഇൻവെന്ററി ടേൺ ഓവർ ഇക്വേഷൻ നോക്കി പോകാം. കാരണം ഇക്വേഷനിലേക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോ ഇൻവെന്ററി ടേൺ ഓവർ റേഷ്യോ കേട്ടോ. ഞാൻ ITR കേട്ടോ, ITR ഇൻകം ടാക്സ് റിട്ടേൺ എന്നൊക്കെ പറയാം കേട്ടോ. ഓക്കെ, ആർക്ക് പറയാം? ഇൻവെന്ററി ടേൺ ഓവർ റേഷ്യോ ഇക്വേഷൻ സാറെ ആരെ വിളിക്കാം? ലാസ്റ്റ് വൺ ആഗ്ന പറയാം ആഗ്ന. ഇൻവെന്ററി ടേൺ ഓവർ റേഷ്യോ ഇക്വേഷൻ എന്താ? വെരി ഗുഡ്. കോസ്റ്റ് ഓഫ് റവന്യൂ ഫ്രം ഓപ്പറേഷൻ ഡിവൈഡ് ബൈ ആവറേജ് ഇൻവെന്ററി കേട്ടോ. ഇതാണ് ഇക്വേഷൻ. കോസ്റ്റ് ഓഫ് റവന്യൂ ഫ്രം ഓപ്പറേഷൻ
ഡിവൈഡ് ബൈ ആവറേജ് ഇൻവെന്ററി ആണ് ഇക്വേഷൻ. ഓക്കെ, നമുക്ക് ക്വസ്റ്റ്യനിലെ രണ്ട് ഐറ്റംസും ഡയറക്റ്റ് പറയുന്നില്ല. റവന്യൂ ഫ്രം ഓപ്പറേഷൻ പറയുന്നുണ്ട്, നമുക്ക് വേണ്ടതല്ല, നമുക്ക് വേണ്ടതാണ് കോസ്റ്റ് ഓഫ് റവന്യൂ ഫ്രം ഓപ്പറേഷൻ ആണ് കേട്ടോ. അപ്പോൾ നമുക്ക് വേണ്ട രണ്ട് ഐറ്റവും ഡയറക്റ്റ് ആയിട്ട് പറയുന്നില്ല, അതിന്റെ ഹിൻസ് പറയുന്നുണ്ട്. ഇവിടെ നോക്കിയേ, ഇൻവെന്ററി ഇൻ ദ ബിഗിനിങ് ഓപ്പണിംഗ് ഇൻവെന്ററി ആണ്, ഇൻവെന്ററി അറ്റ് ദ എൻഡ് ക്ലോസിംഗ് ഇൻവെന്ററി ആണ്, നെറ്റ് പർച്ചേസ് ഉണ്ട്, വേജസ് ഉണ്ട്, ഡയറക്റ്റ് എക്സ്പെൻസ് ആണ്, റവന്യൂ ഉണ്ട്. റവന്യൂ എന്താ സംഭവം അറിയാലോ, സെയിൽസ് ആണ് കേട്ടോ. റവന്യൂ എന്താണ് ഉദ്ദേശിക്കുന്നത്, സെയിൽസ് ആണ്. നമുക്ക് സെയിൽസ് ഒരു ആവശ്യമില്ല, കോസ്റ്റ് ഓഫ് റവന്യൂ അല്ലെ, കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ആണ് വേണ്ടത് കേട്ടോ. പിന്നെ ക്യാരേജ് ഇൻവേർട്സ് അനദർ ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആണ്. ഓക്കെ ആണ്. ഓക്കെ, നമ്മൾ എന്ത് ചെയ്യണം, ഈ തന്നിരിക്കുന്ന ഐറ്റം വെച്ചുകൊണ്ട് എന്ത് ചെയ്യണം, ആദ്യം കോസ്റ്റ് ഓഫ് റവന്യൂ കണ്ടുപിടിക്കണം, സെക്കൻഡ് ആവറേജ് ഇൻവെന്ററി കണ്ടുപിടിക്കണം. ഓക്കെ, നമുക്ക് ഫസ്റ്റ് എന്ത് ചെയ്യാം, കോസ്റ്റ് ഓഫ് റവന്യൂ കണ്ടുപിടിക്കാം. കോസ്റ്റ് ഓഫ് റവന്യൂ ഫ്രം ഓപ്പറേഷൻ കേട്ടോ മക്കളെ, കോസ്റ്റ് ഓഫ് റവന്യൂ ഫ്രം ഓപ്പറേഷൻ തന്നെയാണ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് എന്ന് പറയും കേട്ടോ, രണ്ട് സെയിം ആണ്. കോസ്റ്റ് ഓഫ് റവന്യൂ ഫ്രം ഓപ്പറേഷൻ. ഓക്കെ, ആർക്ക് പറയാം സാർ, ആര് വിളിക്കാം കോസ്റ്റ് ഓഫ് റവന്യൂ ഫ്രം ഓപ്പറേഷൻ ചോദിക്കാൻ? എന്ത് ഇക്വേഷൻ, കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ഇക്വേഷൻ തന്നെയാണ് ഇതും, രണ്ട് സെയിം ആണ്. ആർക്ക് പറയാം? ഓക്കെ, അഷിത പറയാ. അഷിത, അല്ല നമ്മൾ ഇക്വേഷൻ പറഞ്ഞോളൂ, എന്നിട്ട് ഞാൻ ചെയ്തോളാം. ഇക്വേഷൻ കിട്ടിയാൽ മതി. ഓപ്പണിംഗ് സ്റ്റോക്ക് പ്ലസ് നെറ്റ് പർച്ചേസ് പ്ലസ് ഓപ്പണിംഗ് സ്റ്റോക്ക് പ്ലസ് നെറ്റ് പർച്ചേസസ് പ്ലസ് ഡയറക്റ്റ് എക്സ്പെൻസസ് മൈനസ് ക്ലോസിംഗ് സ്റ്റോക്ക്. ഓക്കെ, മിടുക്കി, കറക്റ്റ് ആണ് കേട്ടോ. ഞാൻ ചെയ്തോളൂ. ആളോ വിചാരിച്ച് ഞാൻ ലാസ്റ്റ് ആൻസർ പറയാൻ വേണ്ടി വിളിച്ചിരിക്കുന്നു. ഓക്കെ, ഇതാ ഇനി എന്ത് ചെയ്യാം, ഈ ഇക്വേഷൻ ഐറ്റംസ് ഞാൻ കിട്ടി അങ്ങോട്ടൊക്കെ എന്ത് ചെയ്യാം, എമൗണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം കേട്ടോ. നോക്കിയേ, ഓപ്പൺ സ്റ്റോക്ക് അറിയാലോ, എന്താ ഓപ്പൺ സ്റ്റോക്ക്, ഇൻവെന്ററി ഇൻ ദ ബിഗിനിങ് ആണ് കേട്ടോ, ഇൻവെന്ററി സ്റ്റോക്ക് തന്നെയാണ് കേട്ടോ. അപ്പൊ ഇൻവെന്ററി ഇൻ ദ ബിഗിനിങ് ആണ്, അറിയാലോ എത്ര എമൗണ്ട്, അപ്പോ 18,000 പ്ലസ് നെറ്റ് പർച്ചേസ് അറിയാലോ, പർച്ചേസ് പറയുന്നത് 46,000 ആണ് കേട്ടോ മക്കളെ. നെറ്റ് പർച്ചേസ് സംഭവം എന്താ അറിയാമോ, പർച്ചേസ് റിട്ടേൺ മൈനസ് ചെയ്യുന്നതാണ് കേട്ടോ. ഇനിയിപ്പോ എക്സാമിന് ക്വസ്റ്റ്യൻ റിട്ടേൺ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം, റിട്ടേൺ മൈനസ് ആയിട്ട് എടുക്കുക കേട്ടോ. അവിടെ ഈ ക്വസ്റ്റ്യൻ ഇത് റിട്ടേൺ ഇല്ല, ഡയറക്റ്റ് ആയിട്ട് നെറ്റ് പർച്ചേസ് പറയുന്നുണ്ട്. അപ്പൊ എന്ത് ചെയ്യാം, നേരെ എമൗണ്ട് എടുക്കുക കേട്ടോ. നെറ്റ് പർച്ചേസ് എടുത്തു. ദെൻ നെക്സ്റ്റ് എന്താണ്, ഡയറക്റ്റ് എക്സ്പെൻസ് ആണ് കേട്ടോ. അതവിടെ നോക്കിയാൽ മക്കളെ രണ്ട് ഡയറക്റ്റ് എക്സ്പെൻസ് ഉണ്ട്. എന്തൊക്കെയാണ്, വേജസ് ഉണ്ട്, വേജസ് ഡയറക്റ്റ് എക്സ്പെൻസ് ആണ്. അതേപോലെ ക്യാരേജ് ഇൻവേർഡ്സ് കേട്ടോ, ക്യാരേജ് ഇൻവേർഡ്സ് ഡയറക്റ്റ് ആണ് കേട്ടോ. ഇനിയിപ്പോ ക്യാരേജ് ഔട്ട്വേർഡ്സ് ഒന്ന് എടുക്കുന്നത് കേട്ടോ, ക്യാരേജ് ഔട്ട്വേർഡ്സ് ഇൻഡയറക്റ്റ് ആണ്, അത് എടുക്കാൻ പാടില്ല. ഇത് ക്യാരേജ് ഇൻവേർഡ്സ് ആണ്, അപ്പോൾ അത് എടുക്കുക. അപ്പൊ രണ്ടായിട്ട് ഉണ്ട്, ഡയറക്റ്റ് എക്സ്പെൻസിന്റെ കാറ്റഗറി രണ്ടെണ്ണം വരും കേട്ടോ. ഏതൊക്കെയാണ്, ഒരു 14,000 വരും, അതേപോലെ ഒരു 4,000 വരും കേട്ടോ. എനിക്ക് ആഡ് ഒരു 18,000 ചെയ്താ കേട്ടോ, അല്ലെങ്കിൽ സെപ്പറേറ്റ് കാണിച്ചാലും മതി. ഇനി മൈനസ് ക്ലോസിംഗ് സ്റ്റോക്ക്. ക്ലോസിംഗ് സ്റ്റോക്ക് അറിയാമല്ലോ, അതാ ഇൻവെന്ററി അറ്റ് ദ എൻഡ് ആണ് ക്ലോസിംഗ് സ്റ്റോക്ക് കേട്ടോ, 22,000 ഇതാണ് ക്ലോസിംഗ് സ്റ്റോക്ക്. ഓക്കെ, ഇനി വേഗം ഒന്ന് ആൻസർ പറഞ്ഞേ. ഓപ്പൺ സ്റ്റോക്ക് 18,000 പ്ലസ് നെറ്റ് പർച്ചേസ് 46,000 പ്ലസ് ഡയറക്റ്റ് എക്സ്പെൻസ് രണ്ട് ഐറ്റംസ് ഉണ്ട്, വേജസ് ഉണ്ട്, ക്യാരേജ് ഇൻവേഴ്സും ഉണ്ട്. വേണമെങ്കിൽ രണ്ടുകൂടെ ആഡ് ചെയ്ത് എഴുതാം, അല്ലെങ്കിൽ സെപ്പറേറ്റ് കാണിക്കാം. മൈനസ് ക്യാരേജ് ഇൻവെന്ററി അറ്റ് ദ എൻഡ് ക്ലോസിംഗ് സ്റ്റോക്ക്. ഓക്കെ, എത്ര കിട്ടും, മൈനസ് ചെയ്യുമ്പോൾ എത്ര കിട്ടും ആൻസർ? സാർ ആരെ വിളിക്കാം, ചോദിച്ചു നോക്കാം. ആരാണ്? മുഹമ്മദ് അസ്ലം, വേഗം പറഞ്ഞോടാ, ആകെ 4 ഐറ്റം ഉള്ളൂ, 5 ഉള്ളൂ കൂട്ടെ, വേഗം പറഞ്ഞോളൂ. എന്തോ നീ വെറുതെ ഇരിക്കാനല്ലോ അവിടെ, സ്വപ്നം കാണാണ് നീ? ഇത്ര ഐറ്റം വന്ന് കൂട്ടിയിട്ട് ഒരു ഐറ്റം മൈനസ് ചെയ്യാത്ത സമയം വേണ്ടല്ലോ, വേഗം ചെയ്യട്ടോ. ഗുഡ് ബൈ, ഗുഡ് ബൈ എന്താണ്, പാർട്ടിയാ? വിളിച്ചേ, വിളിച്ചേ. ഞാൻ പറയാ, ഞാനേ സമയം കളയാൻ വേഗം പറഞ്ഞു കേട്ടോ. 60,000 ആൻസർ കിട്ടുക, 60,000 വരും കേട്ടോ. ഓക്കെ, അപ്പൊ അതാ ഒരു ഐറ്റം കിട്ടിയില്ല. എന്ത് കിട്ടിയതാ, കോസ്റ്റ് ഓഫ് റവന്യൂ കിട്ടിട്ടോ 60,000 ഡിവൈഡ് ബൈ എന്താ വേണ്ടത്, ആവറേജ് ഇൻവെന്ററി കേട്ടോ. ആവറേജ് ഇൻവെന്ററി നമുക്ക് ഇവിടെ ഓപ്പണിംഗ് ഇൻവെന്ററി ഉണ്ട്, ക്ലോസിംഗ് ഉണ്ട് അല്ലേ. അപ്പൊ എങ്ങനെ ആവറേജ് കണ്ടുപിടിക്കുക, ഓപ്പണിംഗ് ഉണ്ട്, ക്ലോസിംഗ് ഉണ്ട്. അപ്പൊ എങ്ങനെ ആവറേജ് കണ്ടുപിടിക്കുക? സാർ ഒരാൾ വിളിച്ചേ, ബോയ്സ് ഒരാൾ വിളിച്ചേ, മൂന്നാമത്തെ റോയിൽ ഫസ്റ്റ് ചെയ്യുന്ന ആള്, വൈറ്റ് ബനിയൻ. തേർഡ് റോയിൽ ഫസ്റ്റ് ഫെബിൻ.
പറ ഫെബിനെ എങ്ങനെയാണ് ഒരിക്കൽ ആവറേജ് ഇൻവെന്ററി? ഫെബില കഴിഞ്ഞിട്ട് കൈയൊക്കെട്ടിരിക്കുക കേട്ടോ. Inventory in the beginning ആ plus inventory in the end. ഇൻവെന്ററി ഇൻ ദ ബിഗിനിങ് അല്ല, ബിഗിനിങ്ങിൽ ഇൻവെന്ററി പ്ലസ് ഇൻവെന്ററി ഇൻ ദ എൻഡ്, അത് ക്ലോസിംഗ് ഇൻവെന്ററി ഡിവൈഡ് ബൈ 2. അപ്പൊ എത്ര വരിക? 18,000 പ്ലസ് 22,000 ഡിവൈഡ് ബൈ 2. 18 പ്ലസ് 22 എന്ന് പറയുമ്പോൾ 40 വരും അല്ലേ? 40,000 ഡിവൈഡ് ബൈ 2 ദാറ്റ് ഈസ് 20,000. അപ്പൊ ഇതാണ് നമുക്ക് വേണ്ട ആവറേജ് ഇൻവെന്ററി. അപ്പൊ അത് കിട്ടിയല്ലോ. ഇതാ ഇവിടെ ഇടാലോ 20,000. അപ്പൊ നോക്കുമ്പോ ചോദിച്ചോളൂ. അതായത് ഈ ക്വസ്റ്റ്യനിലല്ല, പക്ഷെ നേരത്തേക്കും ക്വിക്ക് ആസിഡ് കണ്ടുപിടിക്കുന്ന സമയത്തില്ലേ ആ ഇവര് ഓപ്പണിംഗ് ഇൻവെന്ററി ക്ലോസിംഗ് ഇൻവെന്ററി തന്നിട്ടുണ്ട്. അതിൽ ഏത് ഇൻവെന്ററി ഉപയോഗിക്കണ്ടേ ക്വിക്ക് ആസിഡ് കണ്ടുപിടിക്കാൻ? അപ്പോ ക്ലോസിംഗ് കുറച്ചാൽ മതി. ക്ലോസിംഗ് കേട്ടോ, ക്ലോസിംഗ് മൈനസ്. ക്ലോസിംഗ് ക്ലോസിംഗ് കുറച്ചാൽ മതി, മൈനസ് ചെയ്താൽ മതി. ഇനി ആവറേജ് ഇൻവെന്ററി തന്നേക്കുന്നത് ആ എമൗണ്ട് എടുക്കുക, ആവറേജ് എടുക്കുക. ആവറേജ് എനിക്ക് സ്റ്റോക്ക് ആയിട്ട് എടുക്കുക കേട്ടോ. ആവറേജ് എടുത്താൽ മതി. രണ്ടും ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക? പകുതി എടുക്കുക. രണ്ടും ആഡ് ചെയ്തിട്ട് പകുതി എടുക്കുക. ഇനിയിപ്പോൾ ആവറേജ് ഇൻവെന്ററി എന്ത് ചെയ്യുക? അത് സ്റ്റോക്ക് ആയിട്ട് എന്ത് ചെയ്യുക? കൺസിഡർ ചെയ്യുക. ആ എമൗണ്ട് എടുക്കുക കേട്ടോ. അത് മൈനസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ പറയാലോ എത്ര വരും? എമൗണ്ട് എത്ര വരും? 6/2 വരും അല്ലേ? ആർക്ക് കിട്ടിയ എമൗണ്ട് ഡിവൈഡ് ചെയ്തോ? 6/2 എങ്ങനെ വരും? ഇത് ഇതാണ് കേട്ടോ. ഈ റേഷ്യോ അല്ലല്ലോ, ടൈംസ് അല്ലേ ഇൻവെന്ററി എന്ന് പറയുമ്പോൾ. അപ്പോൾ 3 ടൈംസ് ആണേ. ഇൻവെന്ററി ടേൺ ഓവർ ടൈംസ് ആണ് കേട്ടോ. 3 ടൈംസ് വരും കേട്ടോ ആൻസർ. 3 ടൈംസ്. ഓക്കെ, അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ പോകട്ടെ. സാർ അടുത്ത ക്വസ്റ്റ്യൻ വേഗം കാണിച്ചോളൂ. യെസ്, ഇത് ക്വസ്റ്റ്യൻ കേട്ടോ. Okay, a trader carries an average inventory of rupees 40,000. അപ്പോൾ ആദ്യം എന്ത് പറയുന്നുണ്ട്? ആവറേജ് ഇൻവെന്ററി പറയുന്നുണ്ട്. ആവറേജ് ഇൻവെന്ററി എത്ര 40,000 പറയുന്നുണ്ട്. ഹിസ് ഇൻവെന്ററി ടേൺ ഓവർ റേഷ്യോ ഈസ് 8 ടൈംസ് കേട്ടോ. അപ്പോൾ ഇൻവെന്ററി ടേൺ ഓവർ റേഷ്യോ പറയുന്നുണ്ട് 8 ടൈംസ് ആണെന്ന് പറയുന്നുണ്ട്. ഇഫ് ഹി സെൽസ് ഗുഡ്സ് അറ്റ് എ പ്രോഫിറ്റ് ഓഫ് 20% ഓൺ റവന്യൂ ഫ്രം ഓപ്പറേഷൻ, അറിയാലോ സെയിൽസ് കേട്ടോ. 20% ഓൺ സെയിൽസ്. ഫൈൻഡ് ഔട്ട് ദ ഗ്രോസ് പ്രോഫിറ്റ്. ഇതാ ചോദിച്ചിരിക്കുന്നത് കേട്ടോ. ഗ്രോസ് പ്രോഫിറ്റ് കണ്ടുപിടിക്കുക. ഓക്കെ, എന്താ ക്വസ്റ്റ്യൻ? എന്തൊക്കെ പറയുന്ന ക്വസ്റ്റ്യനില്ലേ? ഓക്കെ, നോക്കാം എന്തൊക്കെ പറയുന്ന ക്വസ്റ്റ്യൻ. എന്തൊക്കെ പറയുന്നുണ്ട്? ആവറേജ് ഇൻവെന്ററി പറയുന്നുണ്ട് അല്ലേ? ആവറേജ് ഇൻവെന്ററി പറയുന്നുണ്ട്. എത്രയാണ്? 40,000 ആണ് കേട്ടോ. 40,000 പറയുന്നുണ്ട്. പിന്നെ ഇൻവെന്ററി ടേൺ ഓവർ റേഷ്യോ പറയുന്നുണ്ട്. എത്രയാണ്? 8 ടൈംസ് ആണ്. നമ്മൾ കുറച്ച് കണ്ടുപിടിച്ചില്ലേ? ഈ സംഭവം ഇവിടെ കണ്ടുപിടിക്കണ്ട. ഇവിടെ ആൻസർ ഡയറക്റ്റ് ആയിട്ട് പറയുന്നുണ്ട്. ഇൻവെന്ററി ടേൺ ഓവർ റേഷ്യോ 8 ടൈംസ് എന്ന് പറയുന്നുണ്ട്. ഇനി ഒരു ചോദിച്ചിരിക്കുകയാണ്. ആ ട്രേഡർ ഇഫ് ഹി സെയിൽസ് ഗുഡ്സ് അറ്റ് എ പ്രോഫിറ്റ് ഓഫ് 20% ഓൺ റവന്യൂ ഫ്രം ഓപ്പറേഷൻ, 20% ഓൺ സെയിൽസ് അല്ലേ? സെയിൽസിന്റെ 20% പ്രോഫിറ്റിന് ഈ ഗുഡ്സ് സെയിൽ ചെയ്യുകയാണെങ്കിൽ എന്താണ് കണ്ടുപിടിക്കുക? ഫൈൻഡ് ഔട്ട് ദി ഗ്രോസ് പ്രോഫിറ്റ്. എന്താണ് കണ്ടുപിടിക്കുക? ഗ്രോസ് പ്രോഫിറ്റ് കണ്ടുപിടിക്കുക. അപ്പോൾ നമ്മളിവിടെ കണ്ടുപിടിക്കേണ്ടത് എന്താണ്? ഗ്രോസ് പ്രോഫിറ്റ് ആണ് കേട്ടോ ചോദിച്ചിരിക്കണേ. ഗ്രോസ് പ്രോഫിറ്റ് കണ്ടുപിടിക്കുക. ഓക്കെ അല്ലേ? ഇവിടെ നോക്കിയിട്ട് മക്കളെ, ഇവിടെ എന്താണ് നമുക്ക് ഇല്ലേ? ഇവിടെ ഒരു ഐറ്റം പറയാം, ഒരു റേഷ്യോ അല്ലേ? ഇൻവെന്ററി റേഷ്യോ പറയുന്നുണ്ട് അല്ലേ? നമുക്ക് എന്ത് ചെയ്യാം? ഇത് വെച്ചുകൊണ്ട് എന്ത് ചെയ്യാം? ഇത് വെച്ചുകൊണ്ട് നമുക്ക് ഗ്രോസ് പ്രോഫിറ്റിലേക്ക് എത്താം. ഓക്കെ അല്ലേ? ഈ ക്വസ്റ്റ്യനിൽ ഒരു റേഷ്യോന്റെ ആൻസർ പറയുന്നുണ്ട്. അപ്പൊ എന്ത് ചെയ്യാം? അതിൽ പഠിക്കാം കേട്ടോ. ഈ റേഷ്യോ ഇൻവെന്ററി ടേൺ ഓവർ റേഷ്യോ കണ്ടുപിടിച്ചാൽ ഇത് സിമ്പിൾ ആവും. ഓക്കെ, അപ്പൊ എന്ത് ചെയ്യാം? ഇൻവെന്ററി ടേൺ ഓവർ റേഷ്യോ ഇക്വേഷൻ ഇത് പോട്ടെ. എന്താ ഇക്വേഷൻ നേരത്തെ പറഞ്ഞല്ലേ? കോസ്റ്റ് ഓഫ് റവന്യൂ ഫ്രം ഓപ്പറേഷൻ ഡിവൈഡ് ബൈ ആവറേജ് ഇൻവെന്ററി അല്ലേ? എന്നാണ് ഇക്വേഷൻ.
ഇതിന്റെ ആൻസർ പറയുന്നുണ്ട്. എത്ര ആൻസർ? 8 ആണ് കേട്ടോ. 8 ടൈംസ് ആണ് കേട്ടോ. 8 ടൈംസ് ആണ്. 8 ടൈംസ്. കോസ്റ്റ് ഓഫ് റവന്യൂ ഫസ്റ്റ് പറയുന്നുണ്ടോ? കോസ്റ്റ് ഓഫ് റവന്യൂ ഇല്ലല്ലോ. റവന്യൂ പറയുന്നുണ്ട് അല്ലേ? റവന്യൂ പറയുന്നുണ്ട്, കോസ്റ്റ് ഓഫ് റവന്യൂ പറയുന്നില്ല. അപ്പൊ എന്ത് ചെയ്യാം, നമുക്ക് കോസ്റ്റ് ഓഫ് റവന്യൂ അങ്ങനെ ചെയ്താ കേട്ടോ. കോസ്റ്റ് ഓഫ് റവന്യൂ ഫ്രം ഓപ്പറേഷൻ. ഓക്കെ, ഡിവൈഡ് ബൈ ആവറേജ് ഇൻവെന്ററി ഉണ്ടോ? നോക്കിയുണ്ടല്ലോ. ഇതേ ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുണ്ട്. നോക്കിയാൽ ഇവിടെ ഇതാണ്ടോ, ഫസ്റ്റ് പറഞ്ഞിട്ടുണ്ട് ആവറേജ് ഇൻവെന്ററി 40 ഉണ്ട് അല്ലേ? 40,000. ഇത് രണ്ടുകൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഇതുണ്ടോ, ഇൻവെന്ററി ടേൺ ഓവർ റേഷ്യോന്റെ ആൻസർ പറയുന്നുണ്ട്, 8 ടൈംസ് പറയുന്നുണ്ട്. കോസ്റ്റ് ഓഫ് റവന്യൂ പറയുന്നില്ല, ആവറേജ് ഇൻവെന്ററി പറയുന്നുണ്ട്. അപ്പൊ എന്ത് ചെയ്യാം, ഇത് 3 വെച്ചുകൊണ്ട്, ഇത് 2 വെച്ചുകൊണ്ട് എന്ത് ചെയ്യാം, കോസ്റ്റ് ഓഫ് റവന്യൂ കണ്ടുപിടിക്കാൻ പറ്റും കേട്ടോ. അപ്പൊ കണ്ടുപിടിച്ച് നോക്കിയേ, കോസ്റ്റ് ഓഫ് റവന്യൂ നോക്കിയേ, കോസ്റ്റ് ഓഫ് റവന്യൂ ഫ്രം ഓപ്പറേഷൻ. വേഗം ചെയ്ത് നോക്കിയേ, എങ്ങനെ കണ്ടുപിടിക്കാം കോസ്റ്റ് ഓഫ് റവന്യൂ? ഓക്കെ, സാർ ആരെ വിളിക്കാം? ആളെ വിളിച്ചേ, ലാസ്റ്റ് റോയിൽ രണ്ടാമത്തെ ആളെ വിളിച്ചേ. ശ്വേത. പറയാൻ പറ്റിയ ശ്വേത, എത്ര വരുമ്പോളെ കോസ്റ്റ് ഓഫ് റവന്യൂ എത്രയാണ്? ശരി. അതായത് 40,000 ഇൻറ്റു 8, 40,000 ഇൻറ്റു 8 വരും അല്ലേ? ഇപ്പൊ ഡിവൈഡ് ചെയ്തിരിക്കുകയാണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഇത് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യാം അല്ലേ? 3,20,000 വരും. ഓക്കേടാ. അപ്പൊ ഇതാണ് കോസ്റ്റ് ഓഫ് റവന്യൂ കേട്ടോ. കോസ്റ്റ് ഓഫ് റവന്യൂ ഫ്രം ഓപ്പറേഷൻ. ഇനി ഒരു കാര്യം പറഞ്ഞു, ഓക്കെ, ഈ കമ്പനിയിലെ ഈ ട്രേഡർ ഈ ഗുഡ്സ് 20% പ്രോഫിറ്റ് സെയിൽ ചെയ്യുകയാണ്. അങ്ങനെയാണെങ്കിൽ ഗ്രോസ് പ്രോഫിറ്റ് ചോദിച്ചിരിക്കുകയാണല്ലോ. ഗ്രോസ് പ്രോഫിറ്റ് ചോദിച്ചിരിക്കുകയാണ്. നമുക്കറിയാലോ എങ്ങനെ ഗ്രോസ് പ്രോഫിറ്റ് കണ്ടുപിടിക്കുക? സെയിൽസ് പറയുന്നത് അല്ലേ? സെയിൽസിൽ നിന്ന് എക്സ്പെൻസ് കുറയ്ക്കുമ്പോൾ അല്ലേ പ്രോഫിറ്റ് കിട്ടുക. അപ്പൊ എങ്ങനെ ഗ്രോസ് പ്രോഫിറ്റ് കണ്ടുപിടിക്കുക? എന്താ ഇക്വേഷൻ ചെയ്ത് നോക്കാമല്ലോ. ഗ്രോസ് പ്രോഫിറ്റ് എന്തായിരിക്കും? റവന്യൂ ഫ്രം സെയിൽസ് അല്ല, റവന്യൂ ഫ്രം ഓപ്പറേഷൻ മൈനസ് കോസ്റ്റ് ഓഫ് റവന്യൂ ഫ്രം ഓപ്പറേഷൻ ആണ് കേട്ടോ. കോസ്റ്റ് ഓഫ് റവന്യൂ ഫ്രം ഓപ്പറേഷൻ ആണ് ഇക്വേഷൻ അല്ലേ? ക്വസ്റ്റ്യൻ എന്തുണ്ട്? റവന്യൂ ഫ്രം ഓപ്പറേഷൻ പറയുന്നില്ല, അപ്പൊ അത് കണ്ടുപിടിക്കണം അല്ലേ? കോസ്റ്റ് ഓഫ് റവന്യൂ ഇപ്പൊ കിട്ടിയല്ലോ, നമുക്ക് അറിയാലോ എങ്ങനെ പ്രോഫിറ്റ് കണ്ടുപിടിക്കുക. റവന്യൂന്ന് എക്സ്പെൻസ് മൈനസ് ചെയ്യുമ്പോൾ അല്ലേ പ്രോഫിറ്റ് കിട്ടുക. ഇവിടെ എന്തൊക്കെയുണ്ട്? ഇവിടെ എന്തൊക്കെയുണ്ട? റവന്യൂ ഫ്രം ഓപ്പറേഷൻ സെയിൽസ് മൈനസ് കോസ്റ്റ് ഓഫ് റവന്യൂ മൈനസ് ചെയ്യുക. ഇവിടെ നമുക്ക് കോസ്റ്റ് ഓഫ് റവന്യൂ ഒക്കെ അറിയാം അല്ലേ? കോസ്റ്റ് ഓഫ് റവന്യൂ ഇപ്പൊ കിട്ടിയല്ലോ, 3,20,000 കിട്ടി. റവന്യൂ അറിയില്ലല്ലോ. റവന്യൂ നമ്മൾ എന്ത് ചെയ്യണം? അപ്പൊ കണ്ടുപിടിക്കണം. കണ്ടുപിടിച്ചിട്ട് എന്ത് ചെയ്യാം, നേരെ മൈനസ് ചെയ്യാം. ഇവിടെ നോക്കിയേ, 20% പ്രോഫിറ്റ് അല്ലേ സെയിൽ ചെയ്യുക. ഓക്കെ, അപ്പൊ ബാക്കി 80% ആയിരിക്കും എന്ത് വരിക, സെയിൽസിന്റെ എമൗണ്ട് ആയിട്ട് വരിക കേട്ടോ. അപ്പൊ എങ്ങനെ കണ്ടുപിടിക്കാം? അപ്പൊ ഇതായിരിക്കുള്ളൂ റവന്യൂ ഫ്രം ഓപ്പറേഷൻ. റവന്യൂ ഫ്രം ഓപ്പറേഷൻ ഇസ് ഈക്വൽ ടു 3,20,000 അല്ലേ? ഇപ്പൊ കിട്ടിയ എമൗണ്ട് 3,20,000 ഇൻറ്റു എന്ത് വരും, 100 ഡിവൈഡ് ബൈ 8 കേട്ടോ. റെസിപ്രോക്കൽ വരും കേട്ടോ എമൗണ്ട് കണ്ടുപിടിക്കുമ്പോൾ. പെർസെന്റേജ് എമൗണ്ട് കണ്ടുപിടിക്കുമ്പോൾ അപ്പൊ എന്ത് ചെയ്യാം, റെസിപ്രോക്കൽ വരും കേട്ടോ. 100 ഡിവൈഡ് ബൈ 8 വരും. അപ്പോൾ 3,20,000 ഇൻറ്റു 100 ഡിവൈഡ് ബൈ 8 ആണ് എന്ത്, റവന്യൂ കേട്ടോ. റവന്യൂ ഫ്രം ഓപ്പറേഷൻ. ശരി, നോക്കിയേ എത്ര വരിക അപ്പോ? 3,20,000 ഇൻറ്റു 100 ബൈ 8 ആണ്. 80% അല്ല, 100 ബൈ 8 ആണ് കേട്ടോ. 20% പ്രോഫിറ്റ്, ബാക്കി 80% നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ എന്ത് ചെയ്യും, 100 ബൈ 8 വരും. സാർ ഞാൻ വിളിക്കാം. കട്ട് ചെയ്തോ കേട്ടോ. കട്ട് ചെയ്തോളൂ. അമ്മാൻ കിട്ടിയ? അമ്മാനെ കട്ട് ചെയ്യാലോ. അതാ 8നെയും 32 കട്ട് ചെയ്യാലോ. 4 lakh. അപ്പൊ നോക്കി, റവന്യൂ ഫ്രം ഓപ്പറേഷൻ 4 lakh കിട്ടി കേട്ടോ. 4 lakh. ഇനി ഗ്രോസ് പ്രോഫിറ്റ് കണ്ടുപിടിക്കാൻ സിമ്പിൾ അല്ലേ? ഇവിടെ ഇതാ സ്പേസ് ഇല്ല. ഇനി ഗ്രോസ് പ്രോഫിറ്റ് കണ്ടുപിടിക്കാമല്ലോ. ഇപ്പൊ റവന്യൂ അല്ലെ? റവന്യൂ കിട്ടി. ഇതുകൊണ്ട് റവന്യൂ ഫ്രം ഓപ്പറേഷൻ 4 lakh കിട്ടി കേട്ടോ. റവന്യൂ ഫ്രം ഓപ്പറേഷൻ ആണ് 4 lakh. കോസ്റ്റ് നമ്മൾ മുമ്പേ കണ്ടുപിടിച്ചിട്ടുണ്ട്. എത്ര കോസ്റ്റ് ഓഫ് റവന്യൂ? 3,20,000. രണ്ടുണ്ടല്ലോ. അപ്പൊ എന്ത് ചെയ്യാം, റവന്യൂ എത്ര? റവന്യൂ 4 lakh അല്ലേ? 4 lakh മൈനസ് കോസ്റ്റ് 3,20,000 എത്ര വരും? അപ്പോ 80,000 ആണ് കേട്ടോ പ്രോഫിറ്റ്. 80,000 ആണ് ഗ്രോസ് പ്രോഫിറ്റ്. കണ്ടോ, 80,000 വരും കേട്ടോ പ്രോഫിറ്റ്. എങ്ങനെ പ്രോഫിറ്റ് കണ്ടുപിടിക്കുക? റവന്യൂ നിന്നും കോസ്റ്റ് ഓഫ് റവന്യൂ മൈനസ് ചെയ്യുമ്പോൾ പ്രോഫിറ്റ് കിട്ടുക. നമ്മൾ ആദ്യം കോസ്റ്റ് ഓഫ് റവന്യൂ കണ്ടുപിടിച്ചു 3,20,000. ദെൻ എന്ത് കണ്ടുപിടിച്ചു? റവന്യൂ കണ്ടുപിടിച്ചു. 4 lakh കിട്ടി. ആ 4 lakh നിന്ന് ആദ്യം കിട്ടിയ കോസ്റ്റ് ആയ 3,20,000 മൈനസ് ചെയ്യുക. ബാക്കി റിമൈനിങ് ആണ് ഗ്രോസ് പ്രോഫിറ്റ് കേട്ടോ. ഓക്കെ അല്ലേ?
നമ്മുടെ അതുന ഒരുപാട് നാളായിട്ട് ഇന്നാളിലേക്ക് എഴുതി. എന്ത് പറ്റി അതുന? ഞങ്ങളൊക്കെ ജീവിച്ചിരിക്കുന്നുണ്ടെന്ന് അറിയാൻ വേണ്ടി വന്നാണോ? പിന്നെ അവൻ കാണത്തില്ല സാർ, അതിലൊന്നും നാളെ പിന്നെ അവൻ കാണാൻ ചാൻസില്ലല്ലോ. അവിടെ നിങ്ങളൊക്കെ കണ്ടിട്ട് പോകാൻ വിചാരിച്ചു. ഓഹോ, അങ്ങനെ വഴിമാറി കയറുന്നതാണല്ലേ. കേൾക്കുന്നുണ്ട്. കേൾക്കുന്നില്ല. കേട്ടു, ഞാൻ കേട്ടു. നാളത്തെ കഴിഞ്ഞാൽ എന്നെ കാണാൻ പറ്റില്ല, അതുകൊണ്ട് കാണാൻ വന്നതല്ലേ. അതെ അതെ അതെ. ഇങ്ങനെ ക്ലാസ്സിൽ കയറാൻ സുഖമായിട്ടിരിക്കുന്നു. ഇങ്ങനെ ക്ലാസ്സിൽ കയറേണ്ടത്. വീക്കിൽ 2 ക്ലാസ് ഉണ്ട് നമുക്ക്. ഇപ്പോഴും വലിയ കരയണ്ട. ഇപ്പോഴും വലിയ അല്ല, കരയണ്ട, ഇമോഷൻ ആകുന്നുണ്ട്. കരയണ്ട കേട്ടോ. ഓക്കെ. അന്ന് നമ്മുടെ ഫെയർവെല്ലിന്റെ എന്താ ക്രിസ്മസ് പാർട്ടി അന്ന് ഡാൻസ് കളിച്ച് താഴെ വീണ ആളാ. ഓക്കെ. അന്ന് കൂടെ ഡാൻസ് കളിച്ച ആൾ കൂടി ഉണ്ട് ഇവിടെ, മനീഷ്. രണ്ടുപേരും മത്സരമായിരുന്നു അന്ന്. ഓക്കെ. അപ്പൊ നെക്സ്റ്റ് ക്വസ്റ്റിലേക്ക് പോകട്ടെ. സാർ അടുത്ത കാണിച്ചോളൂ മക്കളെ. നെക്സ്റ്റ് ചാപ്റ്റർ ആണേ. അനാലിസിസ് ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ആണ് കേട്ടോ. ഇതാ ഈ ക്വസ്റ്റ്യൻ കണ്ടോ. ഈ ക്വസ്റ്റ്യൻ വെച്ചാൽ എന്ത് ചെയ്യണം? കമ്പാരിറ്റീവ് സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്യാം കേട്ടോ. കമ്പാരിറ്റീവ് സ്റ്റേറ്റ്മെന്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് പ്രിപ്പയർ ചെയ്യാം കേട്ടോ. ഇതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, നോക്കാം. കുറച്ച് വേഗം ഒന്ന് റഫായിട്ട് വേഗം ഒന്ന് എഴുതാം കേട്ടോ. ഇത് എല്ലാവർക്കും അറിയാൻ പറ്റും, സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റും. കമ്പാരിറ്റീവ് സ്റ്റേറ്റ്മെന്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് ആണ് കേട്ടോ. വെരി വെരി സിമ്പിൾ ആണേ. ഞാൻ 5 മിനിറ്റ്സ് ടൈം തരാം, വേഗം ചെയ്തോളാം കേട്ടോ. Convert the following statement of profit and loss of BCR Company Limited into the comparative statement of profit and loss of BCR Company Limited. പെർട്ടിക്കുലേഴ്സ് പറയുന്നുണ്ട്. 2 ഡേയ്സിലെ എമൗണ്ട് പറയുന്നുണ്ട്. 2015 to 16, 16 to 17 പറയുന്നുണ്ട്. റവന്യൂ ഫ്രം ഓപ്പറേഷൻ അറിയാം, സെയിൽസ് പറയുന്നുണ്ട്. കോസ്റ്റ് ഓഫ് റവന്യൂ അതർ ഇൻകം പറയുന്നുണ്ട്. എക്സ്പെൻസ് ഉണ്ട്, ഇൻകം ടാക്സ് ഉണ്ട് കേട്ടോ. വെരി സിമ്പിൾ ചെയ്ത് നോക്കിക്കോളൂ മക്കളെ. എല്ലാ ചാപ്റ്ററിൽ നിന്നും എക്സാമിന് ചോദിക്കാൻ ചാൻസ് ക്വസ്റ്റ്യൻ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. എല്ലാം എടുക്കാൻ പറ്റില്ല, കാരണം ടൈം ഇല്ല. നമുക്ക് ആകെ ടൈം കുറച്ചേ ഉള്ളൂ. അപ്പൊ നാളെ ഡിസ്കസ് ചെയ്യണ്ട. അപ്പൊ ഇന്ന് മാക്സിമം ചാപ്റ്റർ നമുക്ക് എന്ത് ചെയ്യാം, കവർ ചെയ്യാം. ബാലൻസ് പോർഷൻ നാളെ എടുക്കും കേട്ടോ. അപ്പൊ എല്ലാ ചാപ്റ്ററിൽ നിന്നും രണ്ടോ 3 ക്വസ്റ്റ്യൻ നമുക്ക് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. മെയിൻ ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യാണ്. ബാക്കി നിങ്ങൾ ഇന്ന് പഠിക്കുക കേട്ടോ. ഓക്കെ മക്കളെ, ചെയ്ത് കഴിഞ്ഞോ? അപ്പൊ റവന്യൂ ഫ്രം ഓപ്പറേഷൻ പറയുന്നുണ്ട്, അതർ ഇൻകം പറയുന്നുണ്ട്, എക്സ്പെൻസ് പറയുന്നുണ്ട്, ഇൻകം ടാക്സ് പറയുന്നുണ്ട് അല്ലേ. അപ്പൊ ഞാൻ ആൻസർ കാണിക്കാം കേട്ടോ. ആൻസർ ഞാൻ കാണിക്കുകയാണ്. ഇതാ നോക്കിക്കോളൂ, ആൻസർ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. ഓക്കെ, ഇതാ ഫസ്റ്റ് നമുക്ക് 2015, 16, 16, 17 എഴുതാം അല്ലേ. എമൗണ്ട് ചേഞ്ച് വരുന്നത് 15 lakh വരും. 25% ചേഞ്ച് ടാറ്റ തന്നേ. 25 കിട്ടിയോ? ടാറ്റ തന്നേ. ഓക്കെ, നെക്സ്റ്റ് അതിലൂടെ എന്ത് ചെയ്യുക, ആഡ് അതർ ഇൻകം കേട്ടോ. അതർ ഇൻകം നോക്കി അത് എഴുതുക കേട്ടോ. 1,50,000, 1,20,000, അപ്പൊ 30 ആണ് ചേഞ്ച് വരിക. അപ്പൊ 30,000 ഡിവൈഡ് ബൈ 1,50,000 into 100, 20% വരും കേട്ടോ ചേഞ്ച്. അപ്പൊ നമ്മൾ ആഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? കിട്ടുന്ന ആൻസർ ടോട്ടൽ റവന്യൂ കേട്ടോ. റവന്യൂ ഫ്രം ഓപ്പറേഷൻ്റെ കൂടെ എന്ത് ചെയ്യുക, അതർ ഇൻകം ആഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? ടോട്ടൽ റവന്യൂ കിട്ടും കേട്ടോ. അപ്പൊ 61,50,000, 76,20,000 ചേഞ്ച് വരുമ്പോൾ 14,70,000 വരും. 23% വരും കേട്ടോ. ലെസ് എക്സ്പെൻസ് ചെയ്യുമ്പോൾ ഇനി എന്ത് ചെയ്യുക, റവന്യൂ എക്സ്പെൻസ് മൈനസ് ചെയ്യുക കേട്ടോ. 44 lakh, 50 lakh 60,000, 6 lakh 60,000 കേട്ടോ. 15% വരും. ഓക്കെ, നെക്സ്റ്റ് പ്രോഫിറ്റ് ബിഫോർ ടാക്സ് വരും 70,50,000. സാർ ഒരു മിനിറ്റ് സാർ, ക്വസ്റ്റ്യൻ കാണിച്ചേ. 44 50 lakh 60,000
50,60,000 അപ്പോൾ 6,60,000 വരും കേട്ടോ. 15% വരെ ചേഞ്ച് വരും കേട്ടോ. അപ്പോൾ ഇത് മൈനസ് നമുക്ക് എന്ത് കിട്ടും? പ്രോഫിറ്റ് ബിഫോർ ടാക്സ് കിട്ടും. അതിന്റെ റേറ്റ് നോക്കുക. പിന്നെ എന്ത് ചെയ്യുക? ലെസ് എന്ത് ചെയ്യുക? ടാക്സ് മൈനസ് ചെയ്യുക. അപ്പോൾ പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് കിട്ടും നമുക്ക് കേട്ടോ. ഇതാ 11,37,500, 50,36,000, 3,98,500, 35.03 എന്ന് വരും കേട്ടോ. ചെയ്ത് നോക്കിക്കോളൂ. ഇത് രണ്ട് ഹാൻഡ് ഡ്രസ് വിളിച്ചേ. ഹാൻഡ് ഡ്രസ് ഉണ്ടല്ലോ, ആരൊക്കെയാണ്? ചോദിക്കും ഫെബിനെ. ഫെബിൻ ചോദിച്ചോ. ഫെബിൻ പെർസെന്റേജ് ചേഞ്ച് എങ്ങനെ കണ്ടുപിടിക്കുന്നത്? അതെ നമ്മുടെ ഈ ആബ്സല്യൂട്ട് ചേഞ്ച് വന്നത് എത്ര? ആബ്സല്യൂട്ട് 50 അല്ല വന്നത്, 15 ലാക്ക്. ഈ 15 ലാക്ക് ഡിവൈഡ് ബൈ നമ്മുടെ ബേസ് ചെയ്യാം കേട്ടോ. 60 ലാക്ക് ഇൻറ്റു 100 കേട്ടോ. അപ്പൊ ഇതെങ്ങനെ വരും? ഫസ്റ്റ് 15 ലാക്ക് ഇതെങ്ങനെ വരും കേട്ടോ. 15 ലാക്ക് ഡിവൈഡ് ബൈ 60 ലാക്ക് ഇൻറ്റു 100 കേട്ടോ. പേഴ്സൻറ്റേജ് അപ്പൊ നമ്മൾ ഇൻറ്റു 100 ചെയ്യണം കേട്ടോ. പേഴ്സൻറ്റേജ് ചേഞ്ച് അല്ലേ, അപ്പൊ ഇൻറ്റു 100 ചെയ്യണം. ഓക്കെ സാർ, അടുത്താരാണ് ചോദിക്കൊക്കെ എടുത്ത? അപ്പോ ചോദിക്കാമെന്നാണോ? ലാസ്റ്റ് മോള് നിന്നോട്ടെ, പറഞ്ഞുതരാം കേട്ടോ. ലാസ്റ്റ് നിന്നോളൂ, പറഞ്ഞുതരാം. ഇടയ്ക്കൂടി പറയുമ്പോഴേ ബാക്കിയുള്ളവർക്ക് ഡിസ്റ്റർബൻസ് ആവും. അപ്പോൾ പറഞ്ഞു കേട്ടോ. ലാസ്റ്റ് നിന്ന് പറഞ്ഞുതരാം. ഓക്കെ, ബാക്കി വേഗം ചെയ്ത് നോക്കിയോ കേട്ടോ. ഈ ആൻസർ കിട്ടും കേട്ടോ. നിങ്ങൾ ചെയ്തോളൂ. ആൻസർ ബോഡി കിടപ്പുണ്ട്. വേണ്ടവർക്ക് സ്ക്രീൻഷോട്ട് എടുക്കാം കേട്ടോ. സ്ക്രീൻഷോട്ട് എടുക്കാം. ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോട്ടെ, എങ്ങനെ കിട്ടാന്നൊക്കെ ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. എങ്ങനെ എമൗണ്ട് വന്നൊക്കെ ചോദിക്കാം. അപ്പോൾ ഫസ്റ്റ് എന്ത് ചെയ്യണം? റവന്യൂവും അതർ ഇൻകം തമ്മിലേക്ക് ആഡ് ചെയ്യുക. അപ്പോൾ ടോട്ടൽ റവന്യൂ കിട്ടും. അതിൽ നിന്ന് എക്സ്പെൻസ് മൈനസ് ചെയ്യുക. പ്രോഫിറ്റ് ബിഫോർ ടാക്സ് കിട്ടും. അതിൽ നിന്ന് ടാക്സ് എമൗണ്ട് മൈനസ് ചെയ്യുക. അപ്പോൾ പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് കിട്ടും. ഇതാ വേണ്ടത് കേട്ടോ. പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് ആണ് വേണ്ടത്. സർ ഡൗട്ടാണ്, വിളിച്ചോളൂ. ചോദിക്കും സുസ്മിത. എവിടെ നെഗറ്റീവ് വരും? 30 എവിടെ ഏതാണ്? ഇവിടെ നെഗറ്റീവ് വരും. ഒന്നും കുഴപ്പമില്ല. ഇവിടെ ചേഞ്ച് ചെയ്തിക്കോളൂ. പെർസെന്റേജ് ചെയ്തിക്കോ കേട്ടോ. മൈനസ് ചെയ്ത എമൗണ്ടാണ്. അപ്പോൾ നമ്മൾ പ്രോഫിറ്റ് ബിഫോർ ടാക്സ് നെഗറ്റീവ് കിട്ടിയിട്ട് അത് ലെസ് ടാക്സ് ചെയ്യുമ്പോൾ അത് നെഗറ്റീവ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. എമൗണ്ട് നെഗറ്റീവ് വരുമെന്നോ? ഇല്ല സംഭവിച്ചു കേട്ടോ. ഇന്ന് മുമ്പ് കണ്ട ആളല്ലേ, പഠിച്ച് ഇപ്പൊ ഒന്നും അറിയില്ല. അടുത്ത വിളിച്ച് നമ്മുടെ അതിനൊക്കെ അത് ഞാൻ സൗണ്ട് ഉണ്ടോ? അത് ചോദിക്കാൻ സൗണ്ട് ഉണ്ടോ? കുഴപ്പമില്ല സാർ. എനിക്ക് ചോദിക്കാനുള്ള ഡൗട്ട് ഇപ്പൊ ഞാൻ ഇത് കണ്ടുപിടിച്ചത് പേഴ്സണലി ചെയ്തിട്ടുള്ള കണ്ടുപിടിച്ചത് കാൽക്കുലേറ്റർ ഉപയോഗിച്ചിട്ടാണ്. കാരണം പെട്ടെന്ന് കണ്ടുപിടിക്കാൻ തരത്തിലുള്ള ഒരു അമൗണ്ട് അല്ല വരുന്നത് അക്ഷയ ചേഞ്ച് ഒക്കെ വെച്ചിട്ട് നോക്കുമ്പോൾ. അപ്പൊ ടൈം എടുക്കുന്നുണ്ട്. ഞാൻ നോക്കിയപ്പോ ഓരോ ലൈനിലും അരമാർക്ക് വെച്ച് അങ്ങനെയാണ് കിട്ടുന്നത്. അപ്പൊ നമ്മൾ ഒരു കോട്ടിൽ എഴുതിയില്ല, ഒരു കോട്ടിൽ എഴുതിയില്ലെങ്കിൽ കുഴപ്പമാണ്. മാർക്ക് പറയോ? ഫുൾ മാർക്ക് കിട്ടണമെങ്കിൽ ഫുൾ കംപ്ലീറ്റ് ചെയ്യണ്ടേ. അപ്പോൾ ബാക്കി അതിന്റെ ആ പോർഷനിലെ മാർക്ക് കുറച്ചിട്ട് ബാക്കി എമൗണ്ട് കിട്ടും, ബാക്കി മാർക്ക് കിട്ടും. അപ്പോൾ എന്താ അറിയോ, പെട്ടെന്ന് ഇത് എക്സാമിൽ വരുന്ന എമൗണ്ട് എല്ലാം പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഐറ്റംസ് ആയിരിക്കും കേട്ടോ. പെട്ടെന്ന് കിട്ടുന്ന എമൗണ്ട് ആയിരിക്കും കേട്ടോ. വലിയ കോംപ്ലിക്കേറ്റഡ് ആയിട്ടൊന്നും വരില്ല. സ്പീഡ് ചെയ്താൽ മതി കേട്ടോ. ആ ഒരു എറൗണ്ട് റേറ്റ് ചെയ്ത് വെച്ചാൽ മതി. ഓക്കെ മക്കളെ, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റിലേക്ക് പോകാം. അതിന് മുമ്പ് നമുക്ക് 10 minutes ബ്രേക്ക് എടുക്കാം. ബ്രേക്ക് എടുത്ത് നെക്സ്റ്റിലേക്ക് പോകാം കേട്ടോ. ഓക്കെ, പോയിട്ട് വന്നോളൂ. ബ്ലാങ്ക് ആയിരിക്കും.
ഓക്കെ മക്കളെ, എന്ത് എക്സ്പ്ലെയിൻ ചെയ്യാൻ ക്വസ്റ്റ്യൻ? ഓക്കെ നോക്കട്ടോ. എക്സ് ലിമിറ്റഡ് ഇഷ്യൂഡ്, കമ്പനി ഇഷ്യൂഡ് 10,000 12% ഡിബഞ്ചേഴ്സ് ഓഫ് ₹100 each ആണ് കേട്ടോ. അപ്പോൾ 10,000 ആണ് നമ്പർ ഓഫ് ഡിബഞ്ചേഴ്സ്, 100 rupees ആണ് എമൗണ്ട്. എമൗണ്ട് കളക്ട് ചെയ്യുന്നത് 40 ആപ്ലിക്കേഷൻ 60 അലൗഡ്, രണ്ട് മാത്രമേ ഉള്ളൂ കേട്ടോ, വേറെ ഒന്നുമില്ല. അപ്പോൾ 100 ആയില്ല, 40 + 60 100 ആയി. പിന്നെ ദ പബ്ലിക് അപ്ലൈഡ് ഫോർ 14,000 ഡിബഞ്ചർ. അപ്പോൾ അറിയാലോ, നോക്കിയേ ആകെ 10,000 ഉള്ളൂ, പബ്ലിക് എത്ര അപ്ലൈ ചെയ്തു? 14 അപ്ലൈ ചെയ്തു. അപ്പോൾ ഞാൻ എന്താണ് ഇത്, സിറ്റുവേഷൻ അല്ലേ? ഏത് സിറ്റുവേഷൻ ഏത് സാർ? ചോദിക്കാം. ലാസ്റ്റ് രണ്ടാമത്തെ ആള് പ്രജിത്ത്, പറഞ്ഞ പ്രജിത്ത്, ഇത് ഏത് സിറ്റുവേഷനാ പോലെ? ആകെ 10,000 ഡിബഞ്ചേഴ്സ് കമ്പനി ഇഷ്യൂ ചെയ്യാൻ തീരുമാനിച്ചു, 14,000 ആപ്ലിക്കേഷൻ വന്നു. അപ്പൊ ഇത് ഏതാ സിറ്റുവേഷൻ? ഓവർ സബ്സ്ക്രിപ്ഷൻ ആണ് കേട്ടോ, ഓവർ സബ്സ്ക്രിപ്ഷൻ ആണ്. ഓക്കെ, അപ്പൊ നോക്കിയേ 10,000 ആകെ ഉള്ളൂ അല്ലെ, 10,000 ആകെ ഉള്ളൂ, 14,000 ആപ്ലിക്കേഷൻ വന്നു അല്ലെ, 14,000 ആപ്ലിക്കേഷൻ വന്നു. അപ്പൊ കമ്പനി എന്ത് ചെയ്തു നോക്കിയേ, അപ്പൊ അറിയാലോ എത്ര എക്സസ്? 4,000 ആണ് അല്ലേ, എക്സസ് 4,000 വന്നു കേട്ടോ, 4,000 എക്സസ് വന്നിട്ടുണ്ട് കേട്ടോ. ഓക്കെ, അപ്പൊ നോക്കിയേ, ആപ്ലിക്കേഷൻ ഫോർ 9,000 ഡിബഞ്ചേഴ്സ് വെർ അക്സെപ്റ്റഡ് ഇൻ ഫുൾ. അപ്പൊ എന്താ പറയാ, കമ്പനി ആകെ 40,000 വന്നില്ലേ, 40,000 ആപ്ലിക്കേഷൻ വന്നു. അപ്പൊ എന്ത് ചെയ്തു കമ്പനി? ഈ 40,000 എന്ത് ചെയ്തു? ആദ്യം 9,000 എന്ത് ചെയ്തു? ആദ്യം അക്സെപ്റ്റ് ചെയ്തു കേട്ടോ. 9,000 എന്ത് ചെയ്തു? ഫസ്റ്റ് അക്സെപ്റ്റ് ഇൻ ഫുൾ. പിന്നെ ബാക്കി ഇപ്പൊ എത്ര ഉണ്ട്? ആകെ 40 ആപ്ലിക്കേഷൻ വന്നു, 9,000 കമ്പനി എന്ത് ചെയ്തു? അക്സെപ്റ്റ് ചെയ്തു. ബാക്കി എത്ര ഉണ്ട്? 5,000 ഉണ്ട് കേട്ടോ, 5,000 ഉണ്ട്. ഓക്കെ, ഇനി നോക്കിയ എന്താ നോക്കിയേ, ആപ്ലിക്കേഷൻ ഫോർ 2,000 ഡിബഞ്ചേഴ്സ് വെയർ അലോട്ടഡ് 1,000 ഡിബഞ്ചേഴ്സ്. അപ്പൊ നോക്കിയേ, ഇപ്പൊ 5,000 ഇല്ലേ, ഈ 5,000 2,000 ചോദിച്ച ആൾക്കാർക്ക് എന്ത് ചെയ്തു? 1,000 ഡിബഞ്ചേഴ്സ് കൊടുത്തു കേട്ടോ. ആൻഡ് ദ റിമൈനിങ് വെയർ റിജക്റ്റഡ്. ബാക്കി എത്ര ഉണ്ട്? 3,000 ഉണ്ട് അല്ലെ, 3,000 എന്ത് ചെയ്തു? കമ്പനി റിജക്ട് ചെയ്തു കേട്ടോ. 3,000 ആപ്ലിക്കേഷൻ എന്ത് ചെയ്തു? കമ്പനി റിജക്ട് ചെയ്തു കേട്ടോ. 3,000 എന്ത് ചെയ്തു? റിജക്ട് ചെയ്തു. ഓക്കെ, ഓൾ മണി വാസ് ഡ്യൂലി റിസീവ്ഡ്, ജേർണലൈസ്ഡ് ട്രാൻസാക്ഷൻ കേട്ടോ. അങ്ങനെ എന്ത് ചെയ്യാം, എല്ലാ മണിയും കിട്ടി എൻട്രി ചെയ്തു കേട്ടോ. ഇതാണ് ക്വസ്റ്റ്യൻ. ചെയ്യാൻ പറ്റുമല്ലോ. അത് അലോട്ട്മെന്റ് അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ, വേറെ അലോട്ട്മെന്റ് അപ്പൊ അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട്, അലോട്ടഡ് എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പൊ അലോട്ട്മെന്റ് അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഓക്കെ, അപ്പൊ ഒന്ന് എൻട്രി നോക്കട്ടെ. ആദ്യം ആപ്ലിക്കേഷൻ എൻട്രി ചെയ്തുക, പിന്നെ എന്ത് ചെയ്യുക, റിജക്ഷൻ അല്ലേ, പ്രോറൈറ്റ് ഉണ്ട്, റിജക്ഷൻ വരുന്നുണ്ട്, പിന്നെ അലോട്ട്മെന്റിലേക്ക് അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ട്, പിന്നെ അലോട്ട്മെന്റിന്റെ എൻട്രി കേട്ടോ. 3 എൻട്രി വരും കേട്ടോ, 4 എൻട്രി വരും. ഒന്ന് എഴുതി നോക്കൂ കേട്ടോ എൻട്രി. അതിന്റെ ആൻസർ കാണിച്ചു തരാം. ഓക്കെ, വേഗം എഴുതി നോക്കിക്കോളൂ. $14,000 ആപ്ലിക്കേഷൻ വന്നു, അതില് 9,000 ആദ്യം അക്സെപ്റ്റ് ചെയ്തു, ബാക്കിയുള്ള 2,000 ഉള്ള ആൾക്കാർക്ക് 1,000 കൊടുത്തു, ബാക്കി 3,000 റിജക്ട് ചെയ്തു കേട്ടോ. പിന്നെ അലോട്ട്മെന്റ് അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ട്, എക്സസ് എമൗണ്ട്. അലോട്ടഡ് 1,000 ഡിബഞ്ചേഴ്സ് എന്ന് പറഞ്ഞു കേട്ടോ. മക്കളെ ഇപ്പൊ അറിയാലോ, നാളെ ഉണ്ട് ലൈവ് ക്ലാസ്, നാളെ ഉണ്ട്. നാളെ പാർട്ണർഷിപ്പ്, പിന്നെ ഷെയർ ക്യാപിറ്റൽ. പാർട്ണർഷിപ്പ് അറിയാലോ, അഡ്മിഷൻ, പാർട്ണർഷിപ്പിന്റെ ബേസിക്, ചേഞ്ചിങ് റേഷ്യോ, അഡ്മിഷൻ, റിട്ടയർമെന്റ്, ഡെത്ത്, ഫുൾ നാളെ എടുക്കും കേട്ടോ. നാളെ ഞങ്ങൾ രണ്ടുപേരും ഉണ്ടാവും, രജി സാറും ഉണ്ടാവും, ഞാനും ഉണ്ടാവും. ഞങ്ങൾ മാറി മാറി കാരണം ലാസ്റ്റ് ഡേ അല്ലേ, രജി സാറും നിങ്ങളെ കാണാൻ വരും. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും ഉണ്ടാവും നാളെ. അപ്പൊ നാളെ മറക്കാതെ കയറട്ടെ. പക്ഷേ സാർ ഇന്ന് വന്ന കുട്ടിയെ ഞാൻ വിളിച്ചില്ലല്ലോ, ഇതിന്റെ പേര് ജോൺ അല്ലേ, പുതിയ ഒരാൾ വന്നിട്ടുണ്ടായിരുന്നല്ലോ. ജോൺ അല്ലേ, ജോൺ ജോമി. ഓക്കെ, ജോൺ ഫേസ് കറക്റ്റ് കാണുന്ന കുറച്ചുകൂടി ഒന്ന് ക്യാമറ ഒന്ന് അറേഞ്ച് ചെയ്യാൻ പറ്റുമോ? ഓക്കെ, ഒളിച്ചിരിക്കുകയായിരുന്നല്ലേ അവിടെ. ഓക്കെ, എവിടെയാണ് വീട്, എവിടെയാണ് സ്ഥലം, എവിടെയാണ്? സൗദിയിൽ. ആറിന്റെ കെയർ എഫ് എന്നാണോ, ഫ്രണ്ട്സ് ആരെങ്കിലും പറഞ്ഞിട്ട് വന്നാണോ? ഈ ക്ലാസ്സിൽ വേറെ ഫ്രണ്ട്സ് ഒന്നും ഇല്ല അല്ലേ?
ഇല്ല, ബ്രദറാണ് പറഞ്ഞത് കൊമേഴ്സ് വിന്യസിന്റെ ക്ലാസ് എന്ന് പറഞ്ഞു അല്ലേ? ഓക്കെ, ബ്രദർ പഠിക്കുന്നുണ്ടോ? 10th പഠിക്കുന്നുണ്ട്. ഓക്കെ ഓക്കെ. ആ 10th പറഞ്ഞിരുന്നല്ലോ നമ്മൾ ഈ കാര്യം, അപ്പോൾ അത് പറഞ്ഞായിരിക്കും. ഓക്കെ ഓക്കേടാ. നാട്ടിൽ എവിടെ വീട്? സ്ഥലം എവിടെ? ചങ്ങനാശ്ശേരി. ഓക്കെ. ആ സ്ഥലം അടുത്ത വർഷേ? ആ ട്രീസ രഞ്ജിത്ത്. ട്രീസ ഒന്നും പറയുന്നില്ല. ഹലോ ഹലോ. കേൾക്കുന്നുണ്ട്. മോളെ എവിടെ, സ്ഥലം എവിടെയാണ്? എറണാകുളമാണ്. ആരുടെങ്കിലും ഫ്രണ്ട് ആണോ? ഈ ക്ലാസ്സിൽ പഠിക്കുന്ന ആരെങ്കിലും ഫ്രണ്ട് ആണോ? അങ്ങനെ വന്നാണോ? ബ്രദർ പറഞ്ഞപ്പോ വന്നാ അല്ലേ? ഓക്കെ. ഏത് സ്കൂളാണ് പഠിക്കണേ? ഓക്കെ ഓക്കെ. ഭവൻസ് അല്ലേ? നമ്മുടെ കലൂരല്ലേ ഭവൻസ്? കലൂര്. കാക്കനാടാണ്. ഓക്കെ ഓക്കെ. മോളെ ഫ്രണ്ട്സ് വേറെ ആരും വന്നില്ലേ? മോള് വേറെ ആരും പറഞ്ഞില്ലേ കാര്യം? അപ്പൊ നിങ്ങൾ മീറ്റ് ചെയ്തിട്ടാ? വേറെ ഒരാളും പറഞ്ഞില്ല കാര്യം? രഹസ്യമായിട്ട് വെച്ചു. ഇന്ന് അറിഞ്ഞല്ലേ? അപ്പൊ നിന്റെ ഫ്രണ്ട്സൊക്കെ ഫോൺ എടുത്ത് വിളിച്ച് പറയായിരുന്നില്ലേ? കേറാൻ പറഞ്ഞ ലിങ്ക് അയച്ചു കൊടുക്കായിരുന്നില്ലേ? അങ്ങനെ ഷെയർ ചെയ്യാന്നുള്ള കാര്യം അറിയില്ല. ഓക്കെ ഓക്കെ. അപ്പൊ നാളെ കൊണ്ടുവന്നു കേട്ടോ. നാളെ ഒരു വണ്ടി ആളുണ്ടാവും ഇവിടെ. ഓക്കെ. ജ്വൽ ആരെ കൊണ്ടുവന്നില്ല? ജ്വലെ ആരും കൊണ്ടുവന്നില്ല? ജ്വൽ സാർ ജ്വലിനെ വിളിച്ചേ. ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട്. എല്ലാം കുറ്റം പറയുന്നൊരു ഗ്യാങ് ഉണ്ട് ജ്വലിന് സ്കൂളില്. ഫ്രണ്ട്സ് ആരെയും കൊണ്ടുവന്നില്ലേ? സയൻസ് ആണോ അല്ലെ? കൊമേഴ്സ് ആരും ഇല്ലേ? ഓക്കെ. അതുകൊണ്ടാണല്ലേ. നാളെ സയൻസ് ആരെ കൊണ്ടുവന്നോളൂ. കുറച്ച് അക്കൗണ്ട്സ് പഠിക്കട്ടെ. അവര് പഠിക്കുന്നുണ്ട് അല്ലേ? ഓക്കെ. ഓക്കെ മക്കളെ, അപ്പൊ എൻട്രി കാണിക്കട്ടെ, ആൻസർ കാണിക്കട്ടെ. ആൻസർ കാണിച്ച് പോവാം, ടൈമില്ല. ആൻസർ കാണിക്കാം. ഫസ്റ്റ് എൻട്രി ഇതാണ് കേട്ടോ. ബാങ്ക് അക്കൗണ്ട് 12% ഡിപ്പോസിറ്റ് ആപ്ലിക്കേഷൻ 5,60,000. എങ്ങനെ 5,60,000 വരിക? 14,000 into 4 ആണ്, 40 ആണ് കേട്ടോ. 14,000 into 40 കിട്ടും. ടാറ്റ തന്നേ. ഈ എൻട്രി ഒക്കെ ടാറ്റ തന്നേ. ഓക്കെ, ഒരുപാട് പേർക്ക് കറക്റ്റ് ആണ് കേട്ടോ. ഇനി സെക്കൻഡ് റിജക്ഷൻ വരുന്നത് എൻട്രി ഇതാണ് കേട്ടോ. 12% ഡിബഞ്ചർ ആപ്ലിക്കേഷൻ എങ്ങനെ വരിക? 40 ഇതാട്ടോ. 14 ഉള്ള എമൗണ്ട് കേട്ടോ. 14,000 into 40 to 12% ഡിബഞ്ചർ. വേണ്ട എമൗണ്ട് എടുത്താൽ മതി. അപ്പൊ എത്ര എടുക്കുക? വേണ്ട എമൗണ്ട് എത്രയാണ്? 10,000 മതി അല്ലേ? അപ്പൊ 10,000 into 40, അത് 4 lakh വരും കേട്ടോ. ഇനി ഡിബഞ്ചർ അലോട്ട്മെന്റിലേക്ക് എത്ര പോകും? എക്സസ് എമൗണ്ട് അല്ലേ? 10,000 into 1000 അല്ലേ? 40. ഓക്കെ അല്ലേ? ഇനി ബാങ്കിലേക്ക് എത്ര പോയ? റിജക്ഷൻ കേട്ടോ, അറിയാലോ. 30,000 ആണ് അല്ലേ? 30,000 into 40 കേട്ടോ. 1,20,000 വരും. അല്ലെങ്കിൽ ഇത് മൈനസ് മതി കേട്ടോ. ഈ 4 lakh 4,40,000 5,60,000 മൈനസ് എമൗണ്ട് കിട്ടും. നിങ്ങൾക്ക് ചെയ്ത് നോക്കി അറിയില്ലെങ്കിൽ എന്ത് ചെയ്യുക? ഇത് മൈനസ് മതി കേട്ടോ. ടോട്ടൽ എമൗണ്ടിൽ നിന്ന് എത്ര എമൗണ്ട് ട്രാൻസ്ഫർ ചെയ്ത ബാക്കി എമൗണ്ട് മൈനസ് ചെയ്താൽ മതി കേട്ടോ. 1,20,000. സാർ നെക്സ്റ്റ് എൻട്രി കാണിച്ചോളൂ. യെസ് ദാ. ഇനി അലോട്ട്മെന്റ് എൻട്രി കേട്ടോ. അലോട്ട്മെന്റ് എൻട്രി നോക്കി എത്ര എങ്ങനെ വരിക? 10,060 അല്ലേ? 60 rupees അലോട്ട്മെന്റ്. അപ്പൊ എൻട്രി ഇതാണ് കേട്ടോ. 12% ഡിബഞ്ചർ അലോട്ട്മെന്റ് അക്കൗണ്ട് ടു 12% ഡിബഞ്ചർ അക്കൗണ്ട്. എങ്ങനെ എമൗണ്ട് വരിക? 10,000 into 60 ആണ് കേട്ടോ. 10,000 into 60. ഇനി അത് റിസീവ് ചെയ്യുമ്പോൾ നമ്മൾ ബാക്കി എമൗണ്ട് കുറച്ച് മേടിച്ചാൽ മതി. കാരണം ഓൾറെഡി ഒരു 40 ഇവിടെ ഉണ്ട്, നമ്മൾ ഓൾറെഡി അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട് അല്ലേ? അപ്പൊ 40 കുറച്ചിട്ട് ബാക്കി എമൗണ്ട് മേടിച്ചാൽ മതി. അപ്പോൾ ബാങ്ക് അക്കൗണ്ട് ടു ഡിബഞ്ചർ അലോട്ട്മെന്റ് എത്രയാണ്? 5,60,000 വരും കേട്ടോ. അതായത് 6 lakh ഒരു 40 ഓൾറെഡി സെക്കൻഡ് അഡ്ജസ്റ്റ് ചെയ്തിട്ടില്ലേ? 40,000 അത് മൈനസ് ചെയ്തിട്ട് മേടിക്കാം കേട്ടോ. അപ്പോൾ 5,60,000 വരും. ഫുൾ എൻട്രി ഓക്കെ ആവുന്ന ഹാൻഡ് റൈസ് ചെയ്ത്. ഫുൾ എൻട്രി കറക്റ്റ് ആവുന്ന ഹാൻഡ് റൈസ് ചെയ്തേ നോക്കട്ടെ. ഫുൾ എൻട്രി കറക്റ്റ് ആയവര് വെരി ഗുഡ്. ഒരുപാട് പേരുണ്ട് കേട്ടോ ഫുൾ എൻട്രി കറക്റ്റ് ആയത്. വെരി ഗുഡ് വെരി ഗുഡ്.
സരണ്യ ഒരു കറക്റ്റ് ആയി. ഇപ്പൊ ബാക്കി ആൾക്കാരും പറയേണ്ട ആവശ്യമില്ലല്ലോ. ഓക്കെ, ഇനി ഈ ചാപ്റ്ററിൽ നിന്ന് ഒരുപാട് നേരം കളയാക്കൊണ്ടിരിക്കുകയല്ലേ, അങ്ങനെ ദേഷ്യം വരുന്നുണ്ട്, മുടിയൊക്കെ വലിക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ ഈ ചാപ്റ്ററിൽ നിന്ന് ചോദിക്കാൻ ചാൻസ് ഉള്ള വേറെ ക്വസ്റ്റ്യൻ കാണിച്ചു കേട്ടോ. സോറി, ക്വസ്റ്റ്യൻ കാണിച്ചു, ടൈം കളയണ്ട. ക്വസ്റ്റ്യൻ കാണിച്ചു. ഇതാ ഒരു കമ്പനി ഒരു അസറ്റ് മേടിക്കുന്നു, ക്യാഷ് കൊടുക്കുന്നില്ല, ക്യാഷ് പകരം എന്ത് ചെയ്യുന്നു, അവർ ഡിബഞ്ചർ ഇഷ്യൂ ചെയ്യുന്നു കേട്ടോ. അതായത് കൺസിഡറേഷൻ അതർ ദാൻ ക്യാഷിന്റെ ക്വസ്റ്റ്യൻ ആണ് ഇത്. കൺസിഡറേഷൻ അതർ ദാൻ ക്യാഷ് കേട്ടോ, ആ ഒരു കാറ്റഗറി വരുന്ന ക്വസ്റ്റ്യൻ ആണ് ഇത്. ഒരു കമ്പനി ഒരു അസറ്റ് പർച്ചേസ് ചെയ്യുന്നു, ക്യാഷായിട്ട് എമൗണ്ട് ക്യാഷായിട്ട് പേ ചെയ്യുന്നില്ല, അതിന് പകരം കമ്പനിയുടെ ഡിബഞ്ചേഴ്സ് പേ ചെയ്യുന്നു. ദാറ്റ് ഈസ് കൺസിഡറേഷൻ അതർ ദാൻ ക്യാഷ് കേട്ടോ. ആ ഒരു കാറ്റഗറി വരുന്ന ക്വസ്റ്റ്യൻ ആണ്. ഈ ടൈപ്പ് ക്വസ്റ്റ്യൻ എക്സാമിന് ഒരുപാട് ചോദിച്ച് കാണുന്നുണ്ട്. അപ്പൊ ഈ വർഷവും ചോദിക്കാൻ ചാൻസ് ഉണ്ട് കേട്ടോ. ഓക്കെ, ഒന്ന് ചെയ്ത് നോക്കാൻ പറ്റും, ചെയ്ത് നോക്കിക്കോ കേട്ടോ. ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് തരാം, നിങ്ങൾ ജസ്റ്റ് ഒന്ന് ആലോചിക്കുക. കാരണം ഇല്ല ഞാൻ ചെയ്ത് തന്നാലും നിങ്ങൾ കോപ്പി അടിച്ച് നിങ്ങൾ പഠിക്കാതെ പോകും. ഒന്ന് തിങ്ക് ചെയ്യും കേട്ടോ. അധികം ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, നോക്കിയോളൂ, ഒരു 3 minutes ടൈം ഞാൻ തരാം, വേഗം നോക്കും. ഓക്കെ, നോക്കാം, എക്സ്പ്ലെയിൻ ചെയ്യാം ക്വസ്റ്റ്യൻ. ഓക്കെ, സുവിധ ലിമിറ്റഡ് പർച്ചേസ്ഡ് മെഷീനറി വർത്ത് ₹1,90,000 ഫ്രം സപ്ലയേഴ്സ് ലിമിറ്റഡ്. അപ്പൊ സുവിധ ലിമിറ്റഡ് പറയുന്ന ഒരു കമ്പനി എന്ത് ചെയ്തു, ഒരു മെഷീനറി മേടിച്ചു. എവിടെ നിന്ന് മേടിച്ചു? സപ്ലയേഴ്സ് ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനിയാണ് കേട്ടോ. സപ്ലയർ അല്ല, സപ്ലയേഴ്സ് ലിമിറ്റഡ് ആണ്. ഇപ്പൊ കമ്പനിയുടെ നെയിമാണിത്. സപ്ലയേഴ്സ് ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനിയിൽ നിന്ന് എന്ത് ചെയ്തു, ഒരു മെഷീൻ മേടിച്ചു. മെഷീന്റെ വാല്യൂ എത്രയാണ്? ₹1,98,000 ആണ് കേട്ടോ മെഷീന്റെ വാല്യൂ. പേയ്മെന്റ് വാസ് മെയ്ഡ് ബൈ ഇഷ്യൂ ഓഫ് 12% ഡിബഞ്ചേഴ്സ് ഓഫ് ₹100 ഈച്ച് അല്ലെ. അപ്പൊ എമൗണ്ട് 1,98,000 കൊടുക്കണം. പക്ഷെ അവർ എമൗണ്ട് ക്യാഷ് ആയിട്ട് കൊടുത്തില്ല, അതിന് പകരം എന്ത് ചെയ്തു, ഡിബഞ്ചർ ആയിട്ട് കൊടുത്തു കേട്ടോ. ഡിബഞ്ചർ ചെയ്യാൻ പോവാണ്. ഡിബഞ്ചർ വാല്യൂ എത്രയാണ്? ₹100 ആണ് കേട്ടോ. ₹100 ഡിബഞ്ചർ ആയിട്ടാണ് അവർ എന്ത് ചെയ്യാൻ പോകുന്നത്, എമൗണ്ട് പേ ചെയ്യാൻ പോകുന്നത്. ക്യാഷ് ആയിട്ട് പേ ചെയ്യുന്നില്ല. ഇനി അങ്ങനെയാണെങ്കിൽ താഴെ പറയുന്ന ഓരോ കോൺടാക്സിന്റെയും എൻട്രി എഴുതുക. എന്തൊക്കെയാന്ന് നോക്കാം. പാസ് ദ നെസസറി ജേർണൽ എൻട്രീസ് ഫോർ ദി പർച്ചേസ് ഓഫ് മെഷീനറി ആൻഡ് ഇഷ്യൂ ഓഫ് ഡിബഞ്ചർ വെൻ ഡിബഞ്ചേഴ്സ് ആർ ഇഷ്യൂഡ് അറ്റ് പാർ. എന്താണ് പാർ എന്ന് അറിയാമല്ലോ. എന്താ പാർ എന്ന് പറഞ്ഞാല് ആക്ച്വൽ വാല്യൂ അല്ലെ, ഫേസ് വാല്യൂ. എത്രയാണോ ഫേസ് വാല്യൂ, ആ സെയിം ഫേസ് വാല്യൂ ഇഷ്യൂ ചെയ്യുന്നു. അപ്പൊ നോക്കിയേ, ₹100 ഇഷ്യൂ ആണ്. അപ്പൊ എത്ര വരും? അപ്പൊ ചെയ്ത് നോക്കാമല്ലോ. എത്രയാണ്? 1,98,000 കൊടുക്കാനുണ്ട്. അപ്പൊ 1,98,000 ഡിവൈഡ് ബൈ 100. അപ്പൊ എത്ര വരിക? 1980 ഡിബഞ്ചേഴ്സ് ആണ് ഫസ്റ്റ് കേസ് ഇഷ്യൂ ചെയ്യണം കേട്ടോ. 1980 ഡിബഞ്ചേഴ്സ് എന്ത് ചെയ്യണം? ഫസ്റ്റ് കേസ് ഇഷ്യൂ ചെയ്യണം. ഇനി സെക്കൻഡ് കേസ് നോക്കിയേ, ഡിബഞ്ചേഴ്സ് ആർ ഇഷ്യൂഡ് അറ്റ് 10% ഡിസ്കൗണ്ട് കേട്ടോ. ഡിസ്കൗണ്ട് ഇഷ്യൂ ആണ്. ഡിസ്കൗണ്ട് ഇഷ്യൂ എത്ര ഡിബഞ്ചേഴ്സ് കൊടുക്കണം? അപ്പൊ നോക്കിയേ, 10% ഡിസ്കൗണ്ട് അല്ലേ. അപ്പൊ 100ന്റെ 10%, അപ്പൊ വരും ₹10. അപ്പൊ ₹10 കുറയ്ക്കുക, ഡിസ്കൗണ്ട് കുറയ്ക്കല്ലേ. അപ്പൊ ₹90 ഇഷ്യൂ ചെയ്യും കേട്ടോ. അപ്പൊ 1,98,000 കൊടുക്കണം. പക്ഷെ എന്താണ്, ₹90 ഞാൻ ഇഷ്യൂ ചെയ്യുന്നുള്ളൂ. അപ്പൊ എത്ര വരും? ഒന്ന് നോക്കി, എത്ര വരിക? സെക്കൻഡ് കേസ് എത്ര എമൗണ്ടാ വരിക നോക്കാം. 1,98,000 അല്ലേ. അപ്പൊ 1,98,000 ഡിവൈഡ് ബൈ 90, 2,200 2,200 കിട്ടിയോ? ഓക്കെ, ഇനി തേർഡ് കേസ് നോക്കാം കേട്ടോ. ഡിബഞ്ചേഴ്സ് ആർ ഇഷ്യൂഡ് ആയിട്ട് 10% പ്രീമിയം അറിയാലോ, എമൗണ്ട് കൂട്ടും അല്ലെ, ആഡ് ചെയ്യും വീണ്ടും അല്ലെ. അപ്പോ 100ന്റെ 10% ₹10, 110 വരും കേട്ടോ. അപ്പോ 1,98,000 ഡിവൈഡ് ബൈ 110, ഇത് പ്രീമിയം ആണ് കേട്ടോ. അപ്പോ ഡിവൈഡ് ചെയ്യുമ്പോൾ എത്ര വരിക? 1,800 ആണോ? അങ്കി ചാറ്റ തന്നേ. ഓക്കെ, 1,800 വരും കേട്ടോ. അപ്പൊ ഇതാണ് 3 കേസ്. അപ്പോ ഫസ്റ്റ് കേസ് എത്ര ഡിബഞ്ചേഴ്സ് ഇഷ്യൂ ചെയ്യണം? ഇവിടെ നമ്പർ പറയുന്നില്ല കണ്ടോ. ബൈ ഇഷ്യൂ ഓഫ് 12% ഡിബഞ്ചേഴ്സ് ഓഫ് ₹100 എന്ന് പറയുള്ളൂ, നമ്പർ പറയുന്നില്ല. നമ്പർ ഓരോ കേസ് ഡിഫറെന്റ് ആണ് കേട്ടോ. പാറിലാണെങ്കിൽ 1980, ഡിസ്കൗണ്ട് ആണെങ്കിൽ 200, ഇനി പ്രീമിയം ആണെങ്കിലോ 1,800 കേട്ടോ. ഓക്കെ, ഇതാണ് വരിക. ചോക്കി കയറുന്ന ഇല്ല പോയി. ഈ എൻട്രിയൊക്കെ പോകാം. സാർ എൻട്രി കാണിച്ചോ കേട്ടോ. എൻട്രി ഫസ്റ്റ് മേടിക്കുന്ന എൻട്രി കാണിക്കും കേട്ടോ. ഫസ്റ്റ് ഇവിടെ പർച്ചേസ് ചെയ്യുന്ന എൻട്രി ഇല്ലേ, മേടിച്ച എൻട്രി കാണിക്കും. അപ്പൊ എൻട്രി ഇതാണ്, മെഷീനറി അക്കൗണ്ട് എറ്റർ ടു സപ്ലയേഴ്സ് ലിമിറ്റഡ് കേട്ടോ. മെഷീൻ മേടിച്ചില്ലേ, ആ എൻട്രി ഫസ്റ്റ് കാണിക്കുക കേട്ടോ. 1,98,000. ഇനി എന്താ,
ഓരോ കേസ് ആണ് കേട്ടോ. അത് കേസ് 1 കേട്ടോ. കേസ് 1 എൻട്രി ആണ് കേട്ടോ. കേസ് 1 എന്ന് അറിയാലോ, നമ്മൾ പാറില് ഡിബഞ്ചർ ഇഷ്യൂ ചെയ്യാം കേട്ടോ. അപ്പൊ എന്താ എൻട്രി വരിക? സപ്ലൈസ് അക്കൗണ്ട് ടു 12% ഡിബഞ്ചേഴ്സ് സെയിം തന്നെ വരിക, അറിയാലോ. അപ്പൊ അതായത് എത്ര വരും? 1980 അല്ലെ, 1980 ഇൻറ്റു 100 കേട്ടോ. അതാണ് ഈ 1,90,000 കേട്ടോ. ഇത് വരിക ഫസ്റ്റ് കേസ്. ഇനി സെക്കൻഡ് കേസ് പറയാ ഡിസ്കൗണ്ട് അല്ലേ. അപ്പൊ ഇതാണ് എൻട്രി വരിക കേട്ടോ. സപ്ലൈസ് ലിമിറ്റഡ് അക്കൗണ്ട് ലെറ്റർ 1,98,000, ഡിസ്കൗണ്ട് ഓൺ ഇഷ്യൂ ഓഫ് ഡിബഞ്ചർ 22,000 ടു 12% ഡിബഞ്ചേഴ്സ് കേട്ടോ, 2,20,000. ഇതാ വരിക കേട്ടോ. മക്കളെ എപ്പോഴും സപ്ലയർ കിട്ടുന്ന എമൗണ്ട് കമ്പനി കിട്ടുന്ന എമൗണ്ട് സെയിം ആയിരിക്കും കേട്ടോ. ഏത് കേസ് ആയാലും ആ കമ്പനി കിട്ടുന്ന എമൗണ്ട് 1,98,000 തന്നെ ആയിരിക്കും കേട്ടോ. അത് നോ ചേഞ്ച് കേട്ടോ. ഡിസ്കൗണ്ട് ഇഷ്യൂ ചെയ്താലും പ്രീമിയം ഇഷ്യൂ ചെയ്താലും ആ സപ്ലയർ ഇല്ലേ, ആ മേടിച്ച ആള്, വെണ്ടർ, അവർക്ക് കിട്ടുന്ന എമൗണ്ട് എപ്പോഴും സെയിം തന്നെ ആയിരിക്കും കേട്ടോ. ഈ തേർഡ് കേസ് നോക്കാം. തേർഡ് കേസ് കാണിച്ചോളൂ സാറേ. യെസ് ദാ സപ്ലൈസ് അക്കൗണ്ട് ലെറ്റർ 12% ഡിബഞ്ചർ അക്കൗണ്ട് ലെറ്റർ ടു സെക്യൂരിറ്റീസ് പ്രീമിയം റിസർവ് കേട്ടോ. സെക്യൂരിറ്റീസ് പ്രീമിയം കണ്ടോ, 18,000 അല്ലേ. 18,000 ഇൻറ്റു 100 ഇങ്ങോട്ട് പോകും, 1,80,000. പിന്നെ 18,000 ഇൻറ്റു പ്രീമിയം പോർഷൻ അല്ലേ, സോറി 1,800. 1,800 ഇൻറ്റു 10, 18,000 ഇങ്ങോട്ട് പോകും കേട്ടോ. ടോട്ടൽ നമ്മൾ ഇവിടെ പോകും. ഓക്കെ, ഇപ്പൊ ഇവിടെ നോക്കിയാണ്ട് സപ്ലയർ കിട്ടുന്ന നമ്മുടെ സെയിം തന്നെയാണ് കേട്ടോ. അതൊക്കെ എത്ര രൂപ ആയിട്ടുള്ള ആ എമൗണ്ട് കിട്ടിയാൽ മതി. നമ്മൾ ഡിബഞ്ചർ ആഡ് ചെയ്തും ടെസ്റ്റ് ചെയ്ത് സെയിൽ ചെയ്താലും അവർക്ക് കിട്ടാനുള്ള എമൗണ്ട് അവർക്ക് കിട്ടും കേട്ടോ. ഓക്കെ അല്ലേ? അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യൻ എക്സ്പെക്ട് ചെയ്യാം കേട്ടോ, ഈ ഒരു ചാപ്റ്ററിൽ നിന്ന്. ഓക്കെ അല്ലേ ഫെബിനെ? ഓക്കെ അല്ലേ ഫെബിനെ? കിട്ടിയത് ഫെബിൻ? സാർ ഫെബിനെ വിളിച്ചേ. ഫെബിൻ അല്ലേ പേര്? തേർഡ് റോയില് 4th വൺ. ഫെബിൻ ക്ലാസ്സിൽ ഉണ്ടാവാറില്ലായിരുന്നോ? അധികം പരിചയമില്ലാത്ത മുഖമാണല്ലോ. സ്നാക്സ് ഒക്കെ കേട്ടില്ല, സോറി. എന്താ പറഞ്ഞത്? സ്കൂളില് ഓക്കെ ഓക്കെ. അപ്പൊ എത്ര ക്ലാസ് മിസ്സാക്കി നമ്മുടെ ഓൺലൈൻ ക്ലാസ്, നമ്മുടെ ഡെയിലി ക്ലാസ് ഉള്ളത്? കേരളം ഉണ്ടായിരുന്നില്ല അല്ലേ? ഓക്കെ ഓക്കെ, ഞങ്ങൾ മറന്നുപോയി ആളെ കാണാത്തോണ്ടേ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പോകട്ടെ. ഈ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻ കേട്ടോ. ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻ കേട്ടോ. ആ ചാപ്റ്ററിലേക്ക് പോകാം കേട്ടോ. ക്യാഷ് ഫ്ലോ വെരി ഇമ്പോർട്ടൻ്റ് ആണേ. അപ്പൊ ക്യാഷ് ഫ്ലോയിൽ നിന്ന് ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻ കാണിക്കാൻ വേഗം കോപ്പി ചെയ്യും കേട്ടോ. ഇതാ ഒരൊറ്റ ക്വസ്റ്റ്യൻ വെച്ചിട്ട് 3 ചെയ്യണം കേട്ടോ. ക്യാഷ് ഫ്ലോയില് ക്യാഷ് ഫ്ലോ ഫ്രം ഓപ്പറേറ്റിങ്ങും ക്യാഷ് ഫ്ലോ ഫ്രം ഫിനാൻസിങ്ങും ക്യാഷ് ഫ്ലോ ഫ്രം ഇൻവെസ്റ്റിങ്ങും കൂടി ചെയ്യാനുള്ള ക്വസ്റ്റ്യൻ കേട്ടോ. വേഗം ഒന്ന് കോപ്പി ചെയ്തോളൂ കേട്ടോ. വേഗം കോപ്പി ചെയ്തോണ്ട് ഞാൻ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ടൈം തരാം കേട്ടോ. ഇതൊരു essay ക്വസ്റ്റ്യൻ ആണ്. ഇത് AFS വരാനുള്ള ക്വസ്റ്റ്യൻ കേട്ടോ. ഓക്കെ സാറേ, കാണിക്കാണ്ട് കോപ്പി ചെയ്തോ കേട്ടോ. ബാലൻസ് കൂടി ഉണ്ട്, കോപ്പി ചെയ്തോളൂ. ഒരു അഡ്ജസ്റ്റ്മെന്റ് കൂടി ഉണ്ട്, അത് കാണിക്കുകയാണ്. അത് കോപ്പി ചെയ്തോ കേട്ടോ. ഒരു അഡ്ജസ്റ്റ്മെന്റ് ഉണ്ട്, ഡിപ്രീസിയേഷൻ ഒരു അഡ്ജസ്റ്റ്മെന്റ് പറയുന്നത് കേട്ടോ. ഡിപ്രീസിയേഷൻ്റെ എമൗണ്ട് ആണ്, നോൺ ക്യാഷ് എക്സ്പെൻസ് ആണ് കേട്ടോ ഇത് ഡിപ്രീസിയേഷൻ. ഇവിടെ പ്രിപ്പയർ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ്സ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ ഏതെന്ന് എടുത്ത് പറയുന്നില്ല. അപ്പോൾ 3 ചെയ്യണം കേട്ടോ. ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റി വേണം, ഫിനാൻസിങ് ആക്ടിവിറ്റി വേണം, അതേപോലെ ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റീസ് 3 വേണം കേട്ടോ. അറിയാവുന്നവർ ചെയ്തു തുടങ്ങിക്കോളൂ, ഞാൻ പറഞ്ഞു തരാം. ജസ്റ്റ് ട്രൈ ചെയ്യട്ടോ.
ഓക്കെ സാർ ക്വസ്റ്റ്യൻ കാണിച്ചോട്ടോ, ഡിസ്കസ് ചെയ്യാം. ഇത് മക്കളെ ഇതാ നോക്കാം കേട്ടോ. ഒരു കമ്പനിയുടെ 2 ഇയറിലെ ബാലൻസ് ഷീറ്റ് പറയുന്നത് കേട്ടോ. അപ്പോൾ ആദ്യം ഇക്വിറ്റി ആൻഡ് ലയബിലിറ്റീസ്, ഷെയർ ക്യാപിറ്റൽ, റിസർവ് ഐറ്റംസ് പറയുന്നത് കേട്ടോ. അപ്പോൾ 2 ഇയർ 2021 ഓപ്പണിംഗ് ഉണ്ട്, 2022 ക്ലോസിംഗ്, 2 ഇയറിലെ പറയുന്നത്. 21 അപ്പോൾ ഇതാണ് ഓപ്പണിംഗ്, ബേസ് ഇത് കറണ്ട് കേട്ടോ. ഓപ്പണിംഗ് ക്ലോസിംഗ് എടുത്താൽ മതി. ഓക്കെ, അപ്പോൾ നോക്കി ഇതേ ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട്, ഷെയർ ക്യാപിറ്റൽ, റിസർവ്, നോൺ കറണ്ട് ലയബിലിറ്റീസ്, ഇതൊക്കെ അറിയാലേ ഐറ്റംസ് ഒക്കെ അറിയാം. ഇതൊക്കെ എന്താണ്? ഇൻവെസ്റ്റിംഗ് ആണ് കേട്ടോ, ഫിനാൻസിങ് ആണ് കേട്ടോ, ഫിനാൻസിങ്ങിൻ്റെ ആണ്. ഫിനാൻസിങ് ഇതൊക്കെ ഫിനാൻസിങ് ഐറ്റംസ് ആണ് കേട്ടോ. ഷെയർ ക്യാപിറ്റൽ, അതുപോലെ ലോങ് ടേം ബോറോയിങ്സ്, ഇതൊക്കെ എല്ലാം ഫിനാൻസിങ് വരുന്ന ഐറ്റംസ് ആണ് കേട്ടോ. സോ അടുത്ത് കാണിച്ചോളൂ. കറണ്ട് ലയബിലിറ്റി, അതുപോലെ കറണ്ട് അസറ്റ് കണ്ടില്ലേ. ഇനി അസറ്റ് കണ്ടോ, ഈ അസറ്റിൽ കറണ്ട് അസറ്റ് ഉണ്ടോ. ഈ കറണ്ട് അസറ്റ് കറണ്ട് ലയബിലിറ്റി ഒക്കെ എന്താണ് അറിയാലോ, ഓപ്പറേറ്റിംഗ് ആണ് കേട്ടോ. ഓപ്പറേറ്റിംഗ് വരുന്ന ഐറ്റംസ് ആണ്. പിന്നെ നോൺ കറണ്ട് ഉണ്ട്, അത് ഇത് എന്താണ്? ഫിനാൻസിങ്, ഇൻവെസ്റ്റിംഗ് ആണ് കേട്ടോ. ഇൻവെസ്റ്റിംഗ് വരുന്ന ഐറ്റംസ് ആണ് ഈ പറയുന്ന നോൺ കറണ്ട് അസറ്റ്സ്. ഈ പ്രോപ്പർട്ടി, പ്ലാന്റ്, ഇൻടാഞ്ചിബിൾ അസറ്റ്, ഇതൊക്കെ എന്താണ്? ഇൻവെസ്റ്റിംഗ് ആണ് കേട്ടോ. കൈ വരുന്ന ഐറ്റംസ് ആണ്. ഓക്കെ, നമുക്ക് എന്താ വേണ്ടതൊക്കെ? ആദ്യം പ്രോഫിറ്റ് ആണ് കേട്ടോ. പ്രോഫിറ്റ്, നെറ്റ് പ്രോഫിറ്റ് കേട്ടോ. ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റി നമുക്ക് ചെയ്യാം ആദ്യം. അപ്പൊ നെറ്റ് പ്രോഫിറ്റ് ആണ് ആദ്യം കാണിക്കുന്നത്. നെറ്റ് പ്രോഫിറ്റ് ബിഫോർ വർക്കിംഗ് ക്യാപിറ്റൽ ചേഞ്ച് ഇല്ലേ. ഇവിടെ നോക്കി സാർ ഫസ്റ്റ് എന്ന് കാണിച്ചേ. അപ്പൊ ഞാൻ അഡ്ജസ്റ്റ്മെന്റ് ഇല്ല, ഡിപ്രീസിയേഷൻ കേട്ടോ. അറിയാം, നോൺ ക്യാഷ് ആണ് കേട്ടോ ഡിപ്രീസിയേഷൻ. മക്കളൊരു കാര്യം പറയട്ടെ, ഈ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് ഇച്ചിരി നമ്മൾ ചെയ്ത് തന്നെ പഠിക്കണം കേട്ടോ. ആ ഒരു ഫോർമാറ്റ് സിസ്റ്റം ഒന്ന് അറിഞ്ഞിരിക്കുക കേട്ടോ. ഈ കറണ്ട് അസറ്റ് ഇങ്ങനെ നോക്കിയാൽ മതി. കറണ്ട് അസറ്റ്, കറണ്ട് ലയബിലിറ്റി ഒക്കെ വന്നത് എന്താണ്? അത് ഓപ്പറേറ്റിംഗ് വരുന്നതാണ്. പിന്നെ അസറ്റ് മേടിച്ചു, അസറ്റ് വിറ്റു എന്നൊക്കെ പറയില്ല, അസറ്റ് കേസ് പറയില്ലേ, അതൊക്കെ എന്താണ്? ഇൻവെസ്റ്റിംഗ് ആണ് കേട്ടോ. ഇൻവെസ്റ്റിംഗ് ആണ്. പിന്നെ ഷെയർ ക്യാപിറ്റല്, അതുപോലെ ബോറോയിങ്സ്, കടം മേടിക്കുന്നു. ഷെയർ ക്യാപിറ്റൽ അറിയാമല്ലോ, സ്വന്തം ക്യാഷ് അല്ലെ, ഓൺ മണി. ബോറോയിങ്സ്, കടം മേടിക്കുന്നു. ഇതൊക്കെ എന്താണ്? ഇതൊക്കെ ഫിനാൻസിങ് ആണ് കേട്ടോ. കമ്പനിയുടെ ഫൈനാൻഷ്യൽ മാറ്റേഴ്സ് അല്ലേ, ഫിനാൻസിങ് ആണ് കേട്ടോ. ഈ ഒരു സംഭവം പഠിച്ചാൽ പകുതി കിട്ടും കേട്ടോ. അങ്ങനെ വെച്ച് നോക്കിയാൽ മതി. ഓക്കെ, അപ്പൊ ഇവിടെ എല്ലാം പറയുന്നുണ്ട് അല്ലേ. ഇതാ കണ്ടോ, ഇവിടെ ഫസ്റ്റ് ഞാൻ ഇക്വിറ്റി ആൻഡ് ലയബിലിറ്റീസ് കണ്ടോ, ഷെയർ ക്യാപിറ്റൽ പറയുന്നുണ്ട്, ലോങ് ടൈം ബോറോയ്സ് ഉണ്ട്. ഇതൊക്കെ എന്താണ്? അപ്പൊ അറിയാമല്ലോ, ഫിനാൻസിങ് ആണ് കേട്ടോ. ഫിനാൻസിങ് ആക്ടിവിറ്റി വരുന്ന ഐറ്റംസ് ആണ്. ഇത് ഒരു ദിവസം കൊണ്ട് പഠിക്കാൻ പറ്റുക കേട്ടോ. നമ്മുടെ എല്ലാ ക്ലാസ്സിലും നിന്ന് കാണുക. ആ പുതിയ കുട്ടികൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, നമ്മുടെ ക്ലാസ്സിന്റെ വീഡിയോസ് അവൈലബിൾ ആണ്, അത് മേടിച്ചിരുന്ന് കാണുക കേട്ടോ. ഓക്കെ, എങ്കിൽ മാത്രമേ പഠിക്കാൻ പറ്റുള്ളൂ. പെട്ടെന്ന് കിട്ടുന്ന സംഭവമല്ല കേട്ടോ. ഇത് ചെയ്ത് മാത്രമേ പഠിക്കാൻ പറ്റുള്ളൂ. ഓക്കെ, ഇപ്പൊ ആൻസർ ഞാൻ കാണിക്കാം കേട്ടോ. ഫസ്റ്റ് ഞാൻ ആൻസർ കാണിക്കാം കേട്ടോ. സാർ ആൻസർ കാണിച്ചോളൂ. ഇതാ ഇതൊക്കെ അത് ഓപ്പറേറ്റിംഗ് ചെയ്ത് നോക്കാം. അപ്പൊ നോക്കി അറിയാമല്ലോ. അപ്പൊ ആദ്യം എന്ത് ചെയ്യുക, നെറ്റ് പ്രോഫിറ്റ് ഇല്ല, നെറ്റ് പ്രോഫിറ്റ് എടുക്കുക കേട്ടോ. ഇവിടെ 2 പ്രോഫിറ്റ് പറയുന്നുണ്ട് കേട്ടോ. ക്വസ്റ്റ്യൻ റിസർവ് കണ്ടാ, റിസർവ് സർപ്ലസ് പറയുന്നില്ലേ, അത് അതാ. ക്ലോസിംഗ് 3 lakh പറയുന്നുണ്ട്, ഓപ്പണിംഗ് 1 lakh ഉണ്ട്. അപ്പൊ എന്ത് ചെയ്യുക, ക്ലോസിംഗ് ഓപ്പണിംഗ് കുറയ്ക്കുമ്പോൾ മൈനസ് വരും കേട്ടോ. മൈനസ് ഫിഗർ വരും കേട്ടോ. മൈനസ് 1000 വരും കേട്ടോ. സോറി, 1 lakh വരും കേട്ടോ. ക്ലോസിംഗ് 3 lakh ആണ്, ഓപ്പണിംഗ് 4 lakh ആണ് കേട്ടോ. അപ്പൊ 3 lakh 4 lakh ക്ലോസിംഗ് ഓപ്പണിംഗ് മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന എമൗണ്ട് നെഗറ്റീവ് ഫിഗർ ആണ് കേട്ടോ. ഒരു 1 lakh വരും, നെഗറ്റീവ് 1 lakh ആണ്. എന്ത് ചെയ്യുക, ആ എമൗണ്ട് എന്ത് ചെയ്യുക, നോൺ ക്യാഷ് എക്സ്പെൻസ്, നോൺ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് അല്ലെങ്കിൽ നോൺ ക്യാഷ് എക്സ്പെൻസ് എന്ത് ചെയ്യുക, ആഡ് ചെയ്യുക. ഇവിടെ അഡ്ജസ്റ്റ്മെന്റില് ഒരു നോൺ ക്യാഷ് എക്സ്പെൻസ് പറയുന്നുണ്ട്. എന്താ അത്? ഡിപ്രീസിയേഷൻ ആണ് കേട്ടോ. അപ്പൊ ഡിപ്രീസിയേഷൻ എത്രയാണ്? 1 lakh ആണ് കേട്ടോ. 1 lakh എന്ത് ചെയ്യുക, ആഡ് ചെയ്യുക. അപ്പൊ നെഗറ്റീവ് 1 lakh ഉണ്ട്, പോസിറ്റീവ് 1 lakh ഉണ്ട്. അപ്പൊ എന്ത് ചെയ്യുക, ആഡ് ചെയ്യുമ്പോൾ ഒരു 0 വരും കേട്ടോ. നെഗറ്റീവ് ഒന്ന് പോസിറ്റീവ് അല്ലേ, അപ്പൊ എന്താ ഇപ്പൊ 0 ആയി പോകും കേട്ടോ. അപ്പൊ നോക്കിയേ, ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ഇവിടെ ഇല്ല കേട്ടോ, നില്ലാണ്, 0 കേട്ടോ. അപ്പൊ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ക്വസ്റ്റ്യൻ ഇല്ല കേട്ടോ. ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ബിഫോർ വർക്കിംഗ് ക്യാപിറ്റൽ ചേഞ്ചസ് ഈ ക്വസ്റ്റ്യൻ ഇല്ല, 0 വരും കേട്ടോ. കാരണം -1 lakh + 1 lakh 0 ആവും. ഓക്കെ, ഇനി എന്ത് ചെയ്യുക, അതിന്റെ കൂടെ എന്ത് ചെയ്യുക, ഇനി എന്തൊക്കെ ആഡ് ചെയ്യണം? ഡിക്രീസ് ഇൻ കറണ്ട് അസറ്റ് ആൻഡ് ഇൻക്രീസ് ഇൻ കറണ്ട് ലയബിലിറ്റി. നമ്മൾ റീവാലുവേഷൻ അക്കൗണ്ട് ഇല്ല, റീവാലുവേഷൻ അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡ് വരുന്ന ഐറ്റംസ് ഇല്ലേ, അത് അങ്ങോട്ട് എന്ത് ചെയ്യുക, ആഡ് ചെയ്യുക. അങ്ങനെ ഓർത്താൽ മതി കേട്ടോ. ഇതൊക്കെ അറിയാലോ, റീവാലുവേഷൻ വരിക. റീവാലുവേഷൻ അക്കൗണ്ടിൽ ഡെബിറ്റ് സൈഡ് എന്തൊക്കെ വരും? കറണ്ട് അസറ്റ് ഡിക്രീസ് ചെയ്യുന്നതും കറണ്ട് ലയബിലിറ്റി ഇൻക്രീസ് ചെയ്യുന്നതും വരും അല്ലേ. അപ്പൊ ഈ ക്വസ്റ്റ്യൻ ഇൻവെന്ററിയുടെ വാല്യൂ പറയുന്നുണ്ട് കേട്ടോ, കൂടുന്നതാണ് കേട്ടോ, കുറയുന്നതാണ് പറയുന്നത് കേട്ടോ. അപ്പൊ ആ എമൗണ്ട് എടുക്കുക. ട്രേഡ് പേയബിൾസിന്റെ എമൗണ്ട് കൂടുന്ന പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ ആഡ് ചെയ്യുമ്പോൾ 1,25,000 വരും കേട്ടോ. അപ്പോൾ അതൊക്കെ വേണമെങ്കിൽ ആൻസർ ഒന്ന് സ്ക്രീൻഷോട്ട് എടുക്കുക കേട്ടോ. 1,25,000 വരും. പിന്നെ ലെസ് ചെയ്യേണ്ടത് എന്തൊക്കെ? ലെസ് ചെയ്യേണ്ടത് ഇൻക്രീസിങ് കറണ്ട് അസറ്റ് ആൻഡ് ഡിക്രീസിങ് കറണ്ട് ലയബിലിറ്റി എന്ത് ചെയ്യുക, ലെസ് ചെയ്യുക കേട്ടോ. ഇവിടെ ട്രേഡ് റിസീവബിൾ ഉണ്ട്, അത് കുറയുന്നുണ്ട് കേട്ടോ അതിന്റെ വാല്യൂ. അപ്പോൾ കൂടുന്നുണ്ട് അതിന്റെ വാല്യൂ. അപ്പോൾ എന്ത് ചെയ്യുക, അത് ആഡ് ചെയ്യുക കേട്ടോ. അപ്പോൾ 1 lakh വരും. ഇത് നിന്ന് കുറയ്ക്കുമ്പോൾ 1,25,000 മൈനസ് ചെയ്യുമ്പോൾ 1 lakh വരും കേട്ടോ. 1 lakh.
ഓക്കെ സാർ അടുത്ത് കാണിച്ചോളൂ. ആ ഇനി ബാലൻസ് ആണ് കേട്ടോ. അപ്പോൾ അതാണ് ക്യാഷ് ഫ്ലോ ഫ്രം ഓപ്പറേറ്റിംഗ് ആട്ടോ 1 lakh വന്നില്ലേ, അത് ക്യാഷ് ഫ്ലോ ഫ്രം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റി ആണ് കേട്ടോ 1 lakh വന്നത്. ഇനി സെക്കൻഡ് കാറ്റഗറി നോക്കാം കേട്ടോ, ക്യാഷ് ഫ്ലോ ഫ്രം ഇൻവെസ്റ്റിംഗ് നോക്കാം കേട്ടോ. ഇൻവെസ്റ്റ്മെന്റ് പറയാമല്ലോ, അസറ്റ് ഇല്ലേ, അസറ്റ് ഒക്കെ മേടിക്കുന്നതൊക്കെ ഇൻവെസ്റ്റിംഗ് പറയാം. ഞാൻ പറഞ്ഞില്ലേ അസറ്റ്സ് ഒക്കെ മേടിക്കുന്നുണ്ടെങ്കിൽ അത് മറിച്ച് വിൽക്കുക, അതൊക്കെ ഇൻവെസ്റ്റിംഗ് ആണ് കേട്ടോ. ഇവിടെ ഒരു ഇൻടാഞ്ചിബിൾ അസറ്റ് മേടിക്കുന്നുണ്ട് 2 lakh 5 lakh ആയി. സാറേ ക്വസ്റ്റ്യൻ കാണിച്ചു, ക്വസ്റ്റ്യൻ ഫസ്റ്റ് സെക്കൻഡ് കാണിക്കുക, സെക്കൻഡ് സ്ലൈഡ്. അസറ്റ് ഇത് കണ്ടോ മക്കളെ, ഇത് കണ്ട പ്രോപ്പർട്ടി പ്ലാന്റ് ഇൻവെസ്റ്റ് കണ്ടോ ഇവിടെ ഇൻടാഞ്ചിബിൾ അസറ്റ് കണ്ടത് 2 lakh ഉണ്ടായിരുന്നു, ഇപ്പൊ 5 lakh ആയി. അപ്പൊ എന്താണ് പുതിയ മേടിച്ചാണ് കേട്ടോ. അപ്പൊ 3 lakh മേടിച്ചതല്ലേ കണ്ടോ. അപ്പൊ സാറേ ഞാൻ സാധിച്ചു കേട്ടോ, ഇത് കണ്ടതേ 3 lakh മേടിക്കുമ്പോൾ അറിയാമല്ലോ കയ്യിൽ നിന്ന് ക്യാഷ് പോകും, അപ്പോൾ നെഗറ്റീവായിട്ട് കാണിക്കുക കേട്ടോ. 2 lakh ഉണ്ടായിരുന്നു, ഇപ്പൊ 5 lakh ആയി. അതിനർത്ഥം എന്താണ് 3 lakhന്റെ എന്തോ ഒരു അസറ്റ് മേടിച്ചു എന്നാണ്. മേടിക്കുമ്പോൾ കയ്യിൽ നിന്ന് ക്യാഷ് പോകും, അപ്പോൾ നെഗറ്റീവ് ഫിഗർ ആയിട്ട് കാണിക്കുക കേട്ടോ. പിന്നെ ഒരു കറണ്ട് ഇൻവെസ്റ്റ്മെന്റ് ഉണ്ട്, അതിന്റെ വാല്യൂ കുറയുന്നുണ്ട്, അപ്പോൾ വിൽക്കുന്നതാണ് കേട്ടോ. അപ്പോൾ അതിന്റെ പ്രൊസീഡ്സ് ആണ് 1 lakh കിട്ടുന്നുണ്ട്. അപ്പോൾ ചെയ്ത് നോക്കുമ്പോൾ -2 വരും കേട്ടോ, 2 lakh വരും, -2 lakh വരും. അതാണ് നെറ്റ് ക്യാഷ് യൂസ്ഡ് ആണ്. നെഗറ്റീവ് അതുകൊണ്ട് എന്താണത്, നെറ്റ് ക്യാഷ് യൂസ്ഡ് ഇൻ ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റീസ് ആണ് കേട്ടോ. നെറ്റ് ക്യാഷ് യൂസ്ഡ് ആണ്. ഇനി അപ്പൊ ഇതാണ് കേട്ടോ വന്നത് ഇൻവെസ്റ്റിംഗിന്റെ. ഇനി ക്യാഷ് ഫ്ലോ ഫ്രം ഫിനാൻസിങ് അറിയാമല്ലോ, ഷെയർ, ഡിബഞ്ചർ, അതുപോലെ ബോറോയിങ്സ് ഒക്കെ വരാം കേട്ടോ. അപ്പൊ അവിടെ നോക്കുമ്പോൾ നമ്മുടെ ഷെയർ കമ്പനിക്ക് ഫസ്റ്റ് സൈഡ് ഒന്ന് കാണിക്കാമോ, ഫസ്റ്റ് സൈഡ് ക്വസ്റ്റ്യൻ ഇവിടെ കണ്ടതേ കേട്ടാ. ഷെയർ ക്യാപിറ്റൽ ഉണ്ടോ 17 lakh ഉണ്ടായിരുന്നു, ഇപ്പൊ 20 lakh ആയി. അപ്പൊ എന്താണ് കൂടിയതല്ലേ, ഇഷ്യൂ ആണ് കേട്ടത്. ഓക്കെ, ഷെയർ ക്യാപിറ്റൽ 2021 17 lakh ആയിരുന്നു, 2022 ആയപ്പോൾ അത് 20 lakh ആയി. ഒരു വർഷം കൊണ്ട് 3 lakh കൂടി. അപ്പൊ എന്താണ് പുതിയ ഷെയർ കമ്പനി ഇഷ്യൂ ചെയ്തു, ക്യാപിറ്റൽ കിട്ടിയെന്നാണ് കേട്ടോ. സാർ ഇനി ആൻസറിലേക്ക് പോവാം. ഇത് കണ്ടോ, അപ്പൊ നോക്കിയാണ്ടോ പ്രൊസീഡ്സ് ഫ്രം ഇഷ്യൂ ഓഫ് ഷെയർസ് കണ്ടോ 3 lakh ക്യാഷ് കിട്ടിയതാണ് കേട്ടോ. ഇനി അവിടെ തന്നെ ലോങ് ടൈം ബോറോയിങ്സ് ഉണ്ട്, അതും എന്താണ് 2 lakh 3 lakh ആയി. അപ്പോൾ ക്യാഷ് കിട്ടിയതാണ് കേട്ടോ, 1 lakh കിട്ടിയതാണ്. ഇനി എന്ത് ചെയ്യുക, അപ്പൊ ക്യാഷ് ഫ്ലോ ഫ്രം ഫിനാൻസിങ് ആക്ടിവിറ്റി 4 lakh കിട്ടും കേട്ടോ. ആ 2 ഐറ്റം മാത്രം അവിടെ വരുന്നുള്ളൂ. 4 lakh ആണ് ക്യാഷ് ഫ്ലോ ഫ്രം ഫിനാൻസിങ് ആക്ടിവിറ്റി. ഇനി ഇതിൽ എന്ത് ചെയ്യണം, ആദ്യം ഒരു 1 lakh വന്നില്ലേ, 1 lakh അതായത് ഓപ്പറേറ്റിങ്ങിന്റെ 1 lakh അല്ലേ, ഇത് മുമ്പത്തെ സൈഡാണ് കേട്ടോ. അത് ഓപ്പറേറ്റിങ്ങിന്റെ 1 lakh വന്നു. പിന്നെ ഫിനാൻസിങ്ങിന്റെ -2 lakh ആണ്. പിന്നെ ഇത് 4 lakh. അപ്പൊ നോക്കി 4 + 1 5 5 - 2 3 വരും കേട്ടോ. 3 ആണ് ബാലൻസ് വരും കേട്ടോ. അറിയാലോ ഓപ്പറേറ്റിംഗ് മുമ്പത്തെ സൈഡാണ്, അത് എടുക്കുന്നില്ല, കാണിക്കാൻ കേട്ടോ. ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റി 1 lakh വന്നു, ഫിനാൻസിങ് ആക്ടിവിറ്റി -2 lakh വന്നു. ഇപ്പൊ കിട്ടിയ ഫിനാൻസിങ് ആക്ടിവിറ്റി 4 lakh വന്നു. അപ്പൊ ഇത് ബാലൻസ് ചെയ്യാം കേട്ടോ. അപ്പൊ ഒരെണ്ണം നെഗറ്റീവ് ആണ്, അപ്പോൾ പോസിറ്റീവ് കൂട്ടാം. 1 lakh + 4 lakh 5 lakh 5 lakh -2 lakh 3 lakh വരും കേട്ടോ. അപ്പൊ 3 lakh ആണ് നെറ്റ് ഇൻക്രീസ് ഇൻ ക്യാഷ് ആൻഡ് ക്യാഷ് ഇക്വലൻസ് 3 lakh വരും കേട്ടോ. ഇനി എന്ത് ചെയ്യാറിയാമോ, ഇതിന്റെ കൂടെ ക്വസ്റ്റ്യനിൽ ഓൾറെഡി ഒരു ക്യാഷ് ബാലൻസ് പറയുന്നുണ്ട്. എത്രയാണ് 2 lakh പറയുന്നുണ്ട്. ഓപ്പണിംഗ് ബാലൻസ് തമ്മിൽ കൂട്ടുമ്പോൾ 5 lakh വരും. അതാണ് എന്ത് ക്ലോസിംഗ് ക്യാഷ് ആൻഡ് ക്യാഷ് ഇക്വലൻസ് കേട്ടോ, 5 lakh ആണ്. നമ്മൾ ക്യാഷ് എവിടെ എടുത്തില്ലല്ലോ, ക്യാഷ് കറണ്ട് ആണ്, അത് ഇൻക്രീസ് ആൻഡ് ഡിക്രീസ് നമ്മൾ എടുത്തില്ല. അത് ലാസ്റ്റ് ക്യാഷ് ആൻഡ് ക്യാഷ് ഇക്വലൻസിലൂടെ കാണിക്കാനുള്ള കേട്ടോ. അതുകൊണ്ടാണ് എന്ത് ചെയ്തത് നമ്മളത് ലാസ്റ്റ് എടുത്തത് കേട്ടോ. ഓക്കെ, മനേഷ് ചോദിച്ചോളൂ. മനേഷേ ചോദിക്കും, മനേഷ് എവിടെ ഡൗട്ട്? ഇല്ല കൊറേ നാളായല്ലോ നീ സംസാരിക്കുന്നത് കേട്ടിട്ടോ ചിരിച്ചത്. ഒന്നോട് ചോദിച്ചോളൂ, എന്തേ കാണിക്കുന്നത്? ആനേ നീ കാണിക്കുന്നില്ല. ഹാൻഡ്സപ്പ് തന്നെയാണോ? കൊല്ലടാ ലാസ്റ്റ് എല്ലാം കഴിഞ്ഞപ്പോഴേ അവൻ വെടിവെച്ച് കൊല്ലാൻ പോ. ഞാൻ അങ്ങോട്ട് വെടിവെക്കാനോ? ഈ നാട്ടിൽ തോക്ക് ഉപയോഗിക്കാൻ ലൈസൻസും കോടതിയും ജയിലൊന്നും ഇല്ലായിരുന്നെങ്കിൽ ഉറപ്പായിട്ട് വെടിവെച്ചായ കേട്ടോ. ഓക്കെ, ഡൗട്ട് എവിടെയാ? അതായത് ക്വസ്റ്റ്യനില് ഫസ്റ്റ് എടുത്ത് ഫസ്റ്റ്
ആ ഷെയർ ക്യാപിറ്റലിന്റെ ഇതെടുത്ത് ഇക്വിറ്റി ആൻഡ് ലയബിലിറ്റീസ് കണ്ടോ? അവിടെ 2021 നോക്കിയേ കണ്ടോ 70 ലാക്കാണ് ഷെയർ ക്യാപിറ്റല്. 2022 ആയപ്പോ 20 ലാക്കായി. അപ്പൊ കൂടിയോ കുറഞ്ഞോ? അടിപൊളി. എടാ 70 ലാക്ക് 20 ലാക്കായി, കൂടിയതല്ലേ? അപ്പൊ നോക്കിയത് കണ്ടത് ആ ഷെയർ ക്യാപിറ്റലിന്റെ എമൗണ്ട് 70 ലാക്കിൽ നിന്ന് 20 ലാക്കായി. ദാറ്റ് മീൻസ് എന്താണ്? ഒരു 3 ലാക്ക് കൂടി. അതായത് കമ്പനി പുതിയ ഷെയർസ് ഇഷ്യൂ ചെയ്തു, ക്യാഷ് കിട്ടിയെന്നാണ് കേട്ടോ. അപ്പൊ പ്രൊസീഡ്സ് ആണത്. ഇല്ല ഇത് നമ്മൾ അവിടെ എടുത്തായിരുന്നു. ഈ റിസർവ് സർപ്ലസ് പ്രോഫിറ്റ് ആണ് കേട്ടോ. പ്രോഫിറ്റ് ഓർ ലോസ് ആണ് ഈ പറയുന്നത്. നമ്മൾ ഇവിടെ എടുത്തിരുന്നു ഓപ്പറേറ്റിംഗ് എടുത്തിരുന്നു കേട്ടോ. മീറ്റ് ചെയ്ത് ക്ലാസ് ആയപ്പോ അവൻ പറഞ്ഞ എന്നെ കൊല്ലാന്ന്. ഓക്കെ, ഇനി ഡൗട്ട് ഉണ്ട് ചോദിച്ചോട്ടോ മക്കൾ. ഇത് ഞാൻ പറഞ്ഞില്ലേ, കുറച്ചുകൂടി ക്ലാസ് ഒക്കെ കറക്റ്റായിട്ട് കേട്ട് ചെയ്ത് പഠിക്കുന്ന ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. നിങ്ങൾ ഒരു കാര്യം കൊടുത്താൽ മതി. ക്യാഷും കറണ്ട് കറണ്ട് ലയബിലിറ്റി ആണെങ്കിൽ ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റി വരും. പിന്നെ അസറ്റ് ഒക്കെ പർച്ചേസ് ചെയ്യുന്ന കേസ് ആണെങ്കിൽ ഇൻവെസ്റ്റിങ്, ഷെയർ ക്യാപിറ്റലൊക്കെ ഇഷ്യൂ ചെയ്യുന്ന കേസ് ആണെങ്കിൽ ഫിനാൻസിങ് കേട്ടോ. അങ്ങനെ ആലോചിച്ചിട്ട് ആ ഒരു ഇത് ചെയ്ത് നോക്കിയാൽ മതി. എന്താ ഇത്? ഓക്കെ സാർ ഒന്നൊരു ആൻസർ കാണിക്കാം. ഒന്ന് എടുത്ത് വെച്ചോ കേട്ടോ. സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചോ, വേണമെങ്കിൽ ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കാം കേട്ടോ. സാർ കാണിച്ചോളൂ. ഒന്നൊരു ആൻസർ കാണിച്ചു തരാം. ക്വസ്റ്റ്യൻ അല്ലേ, മുമ്പത്തെ ഒരു കാണിച്ചോളൂ. ഇത് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഇത് കഴിഞ്ഞിട്ട് റെഫർ ചെയ്യാൻ വേണ്ടി ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചോ കേട്ടോ. സോ എന്നെ മാറ്റിട്ട് കാണിച്ചോ, അല്ലെങ്കിൽ എന്നെ കൂടി ചേർത്ത് സ്ക്രീൻഷോട്ട് എടുക്കും. മനേഷിനൊക്കെ പിന്നെ അതൊരു കൗതുകമായിരിക്കും. ആ സാർ ഒരു കേട്ടോ. അപ്പോൾ സൈഡ് അയക്കാട്ടോ, സൈഡ് കാണിച്ചോ. ചാപ്റ്റർ ഡിസ്കസ് ചെയ്യണ്ട. ഞാൻ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ഇല്ലേ, അവിടെ ഒക്കെ നോക്കാം കേട്ടോ. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് അനാലിസിസ് നോക്കാം കേട്ടോ. ഓക്കെ ജോവാനെ, ഓക്കെയാണ് ജോവാൻ? ജോവാൻ ചിരിച്ചോണ്ടിരിക്കാനല്ലോ അവിടെ. എന്താണ് തമാശ? മനേഷ് ചോദിച്ചോണ്ടാണോ? മനേഷ് സംസാരിച്ചപ്പോ കേട്ടിട്ട് ശരി വന്നായിരിക്കുന്നു. ഓക്കെ ഇതാ സാർ കാണിച്ചോ കേട്ടോ. നമ്മുടെ സ്റ്റേറ്റ്മെന്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് ഒക്കെ വെരി ഇമ്പോർട്ടൻ്റ് ആണ് ഈ ചാപ്റ്ററിൽ. സാർ കാണിച്ചോളൂ. ഇതാ ഈ ഒരു സംഭവം നോക്കിക്കോ കേട്ടോ. സ്റ്റേറ്റ്മെന്റ് ഓഫ് പ്രോഫിറ്റ് ഓർ ലോസ്. ഈ ലാസ്റ്റ് റോയില് 4ാമത്തെ ആളും ഇങ്ങനെ ഇരിപ്പുണ്ട്. ആരത്? ഇഷാനി, ഇഷാൽ. ഓക്കെ ഇതാ നോക്കിയോ കേട്ടോ. സ്റ്റേറ്റ്മെന്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് ആണ് കേട്ടോ. ഇവിടെ ഈ ഐറ്റംസ് ഒക്കെ നോക്കി പോയാൽ മതി കേട്ടോ. വേറെ ഒന്നും പഠിക്കാനില്ല ഈ ചാപ്റ്ററിൽ. ആ സബ് ഹെഡ് അണ്ടറൊക്കെ നോക്കി പോയാൽ മതി കേട്ടോ. അപ്പൊ നോക്കി ഇവിടെ ഫസ്റ്റ് റവന്യൂ ഫ്രം ഓപ്പറേഷൻ പറയുന്നുണ്ട്. അതർ ഇൻകം നമ്മൾ ആഡ് ചെയ്യുമ്പോൾ ടോട്ടൽ റവന്യൂ കിട്ടും. പിന്നെ എക്സ്പെൻസ് ഒക്കെ ഉണ്ട്. എക്സ്പെൻസിന്റെ കാറ്റഗറി നോക്കിയതൊക്കെ എക്സ്പെൻസുകൾ കോസ്റ്റ് ഓഫ് മെറ്റീരിയൽസ് കൺസ്യൂംഡ്, പർച്ചേസ് ഓഫ് സ്റ്റോക്ക് ഇൻ ട്രേഡ്, ചേഞ്ച് ഓഫ് ഇൻവെന്ററി ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സ്, വർക്കിംഗ് പ്രോഗ്രസ്, എംപ്ലോയി ബെനിഫിറ്റ് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. എംപ്ലോയി ബെനിഫിറ്റ് എക്സ്പെൻസ് കേട്ടോ. ചിലപ്പോൾ അതിന്റെ എക്സാമ്പിൾസ് ഒക്കെ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഏതൊക്കെയാണെന്ന് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഇപ്പൊ കാണിച്ചില്ല കേട്ടോ. പിന്നെ ഫിനാൻസ് കോസ്റ്റ് ഉണ്ട്, ഡിപ്രീസിയേഷൻ ആൻഡ് അമോർട്ടൈസേഷൻ എക്സ്പെൻസ്, അതർ എക്സ്പെൻസ്. ഇത്ര എക്സ്പെൻസ് വരുന്ന കാറ്റഗറീസ് ആണ് കേട്ടോ. കമ്പനിയുടെ പ്രോഫിറ്റ് ആൻഡ് ലോസിൽ വരുന്ന എക്സ്പെൻസിന്റെ വരുന്ന കാറ്റഗറീസ് ആണ് കേട്ടോ. കോസ്റ്റ് ഓഫ് മെറ്റീരിയൽസ് കൺസ്യൂംഡ് മുതൽ അതർ എക്സ്പെൻസ് വരെ കേട്ടോ. അപ്പൊ ടോട്ടൽ എക്സ്പെൻസ് എടുക്കുക. എന്ത് ചെയ്യുക?
ആദ്യം കിട്ടിയ ടോട്ടൽ റവന്യൂ ഇല്ലേ, ആ ടോട്ടൽ റവന്യൂ എന്ത് ചെയ്യുക, ടോട്ടൽ എക്സ്പെൻസ് മൈനസ് ചെയ്യുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, പ്രോഫിറ്റ് ബിഫോർ ടാക്സ് കിട്ടും കേട്ടോ. ഈ എമൗണ്ടിൽ നിന്ന് എന്ത് ചെയ്യും, നമ്മൾ ടാക്സിന്റെ എമൗണ്ട് പേ ചെയ്യണം. അപ്പോൾ ടാക്സ് കുറയും. അപ്പോൾ കിട്ടുന്ന എമൗണ്ട് ആണ് ലാസ്റ്റ് കിട്ടുന്നത് എന്ത്, പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് ആണ് കേട്ടോ. ഇതാണ് സ്റ്റേറ്റ്മെന്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് കേട്ടോ. കമ്പനിയുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് അനലൈസ് ചെയ്യുമ്പോൾ കിട്ടുന്ന സ്റ്റേറ്റ്മെന്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് ഇതാണ് കേട്ടോ. ഒന്ന് നോക്കി പോവാം കേട്ടോ. അടുത്ത് കാണിച്ചോളൂ. ഇനി ഓരോ ഐറ്റംസ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് കാണിക്കുക കേട്ടോ. ഇവിടെ അറിയാലോ റവന്യൂ ഫ്രം ഓപ്പറേഷൻ അറിയാലോ, നെറ്റ് സെയിൽസ് ആണ്. റവന്യൂ എന്ന് പറഞ്ഞാൽ സെയിൽസ് എന്നാണ് അർത്ഥം. ഈ റവന്യൂ ഇല്ലേ, ഓരോ കമ്പനികൾക്കും ഓരോ കേസാണ് റവന്യൂ വരിക. ഈ എന്താ പറയുക, മാനുഫാക്ചറിങ് കമ്പനിക്ക് എന്താ റവന്യൂ എന്ന് പറഞ്ഞാൽ സെയിൽസ് ആണ് കേട്ടോ. സെയിൽസിൽ നിന്ന് സെയിൽസ് റിട്ടേൺ കുറയ്ക്കുന്നതാണ് അവരുടെ റവന്യൂ. അതേസമയം സർവീസ് കമ്പനികൾക്ക് ഫീ, അവർക്ക് കിട്ടുന്ന ഫീ ആണ് റവന്യൂ. പിന്നെ ഫിനാൻസിങ് കമ്പനിക്ക് എന്താ കിട്ടുക, അവർക്ക് കിട്ടുന്ന ഇൻട്രസ്റ്റ്. ഇപ്പൊ ബാങ്ക് ഒരു ഫിനാൻസിങ് കമ്പനി അല്ലേ, അപ്പൊ അവർക്ക് കിട്ടുന്ന എന്താ, ഇൻട്രസ്റ്റ് ആൻഡ് ഡിവിഡൻഡ് ആണ് എന്ത്, അവർക്ക് കിട്ടുന്ന റവന്യൂ. അപ്പോൾ ഓരോ കമ്പനികൾക്കും റവന്യൂ ഡിഫറെന്റ് ആണ് കേട്ടോ. മാനുഫാക്ചറിങ് കമ്പനി, ഒരു പ്രൊഡക്റ്റ് ഒക്കെ ഹാൻഡിൽ ചെയ്യുന്ന കമ്പനികൾക്കൊക്കെ റവന്യൂ സെയിൽസ് ആണ്. ഇനി സർവീസ്, ഇപ്പൊ കോളേജ്, ഇപ്പൊ നമ്മുടെ ട്യൂഷൻ വിന്നേഴ്സ് ഒക്കെ എന്താ, സർവീസ് ആണ് അല്ലെ, എഡ്യൂക്കേഷൻ സർവീസ് പ്രൊവൈഡ്. അപ്പൊ നമുക്ക് കിട്ടുന്ന ഫീസ് ആണ് നമ്മുടെ റവന്യൂ അല്ലേ. അപ്പൊ കുറെ കൺസൾട്ടൻസി ഒക്കെ ഇല്ല, അപ്പൊ അവർക്ക് കിട്ടുന്ന ഫീസ്. ഒരു അഡ്വക്കേറ്റ് ഒക്കെ എന്താണ്, ഡോക്ടറൊക്കെ സർവീസ് അല്ലേ പ്രൊവൈഡ് ചെയ്യുക, അപ്പൊ അവർക്ക് കിട്ടുന്ന എന്താണ്, ഫീ ആണ് കേട്ടോ. അപ്പൊ അതാണ് അവരുടെ റവന്യൂ. ഇനി ഫിനാൻസ് കമ്പനി, ബാങ്ക്, അതുപോലെ മറ്റുള്ള ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിന് കിട്ടുന്ന എമൗണ്ട് ഇൻട്രസ്റ്റ് ഒക്കെയാണ് കേട്ടോ കൂടുതലായിട്ട്. അവരുടെ മെയിൻ അറിയാം, ബാങ്കിന്റെ ഒക്കെ മെയിൻ ഇൻകം സോഴ്സ് എന്താ, ഇൻട്രസ്റ്റ് അല്ലേ. അപ്പോൾ റവന്യൂ എന്താണ്, ഇൻട്രസ്റ്റ് ആണ് കേട്ടോ. അപ്പൊ ഒന്ന് നോക്കി വെക്കുക കേട്ടോ. സോ അടുത്ത് കാണിച്ചോളൂ. ഇനി ഇത് കണ്ടോ, അടുത്ത കാണിച്ചു, ഇതല്ല അടുത്ത പറയും. ഈ അതർ ഇൻകം കേട്ടോ, കമ്പനികളുടെ അതർ ഇൻകം കാറ്റഗറി നോക്കി എന്തൊക്കെയാണ്, ക്യാഷ് ഡിസ്കൗണ്ട് റിസീവ്ഡ്, പ്രോഫിറ്റ് ഓൺ സെയിൽ ഓഫ് പ്രോപ്പർട്ടി, ഇതൊക്കെ അതർ ഇൻകത്ത് വരുന്നതാണ് കേട്ടോ. എക്സസീവ് പ്രൊവിഷൻ റിട്ടേൺ ബാക്ക്, പിന്നെ ബാഡ് ഡെറ്റ് റിക്കവേർഡ്, കിട്ടാക്കടം കിട്ടുമ്പോൾ ഇൻകം ആണ്, അതർ ഇൻകം ആണ്. ഇൻട്രസ്റ്റ് ഏൺഡ് ഓൺ ഫിക്സഡ് ഡെപ്പോസിറ്റ് അതർ ഇൻകം ആണ്. ഡിവിഡൻഡ് ഏൺഡ് ബൈ നോൺ ഫിനാൻഷ്യൽ കമ്പനീസ് ഒക്കെ അതർ ഇൻകംസ് ആണ് കേട്ടോ. ഓക്കെ, അടുത്ത് കാണിക്കാം. എക്സ്പെൻസ് കേട്ടോ, കോസ്റ്റ് ഓഫ് മെറ്റീരിയൽസ് കൺസ്യൂംഡ് അറിയാലോ. കോസ്റ്റ് ഓഫ് എങ്ങനെ, ഓപ്പണിംഗ് ഇൻവെന്ററി പ്ലസ് പർച്ചേസ് പ്ലസ് ഡയറക്റ്റ് എക്സ്പെൻസ് മൈനസ് ക്ലോസിംഗ് ഇൻവെന്ററി കേട്ടോ. അതറിഞ്ഞിരിക്കുക. അടുത്ത് കാണിച്ചോളൂ. അടുത്ത് അതെ, ഈ എംപ്ലോയി ബെനിഫിറ്റ് എക്സ്പെൻസ് എന്ന് പറഞ്ഞത്, എംപ്ലോയി ബെനിഫിറ്റ് ഇതൊക്കെയാണ്, എംപ്ലോയീസിന് കിട്ടുന്ന എക്സ്പെൻസ് ഒക്കെയാണ്. സാലറി ഓർ വേജ്, ബോണസ്, ലീവ് എൻകാഷ്മെന്റ്, സ്റ്റാഫ് വെൽഫെയർ എക്സ്പെൻസ്, ഗ്രാറ്റുവിറ്റി, മെഡിക്കൽ എക്സ്പെൻസ് ഒക്കെയാണ് കേട്ടോ എംപ്ലോയി ബെനിഫിറ്റ് എക്സ്പെൻസ് വരുന്നത് കേട്ടോ. ചില എക്സാമ്പിൾ ഒക്കെ 1 മാർക്കിനൊക്കെ MCQ ചോദിക്കാൻ ചാൻസ് ഉണ്ട് കേട്ടോ. എംപ്ലോയി ബെനിഫിറ്റ് എക്സ്പെൻസ് ഒക്കെ ചോദിക്കാൻ ചാൻസ് ഉണ്ട് കേട്ടോ. ഇപ്പൊ കുറച്ച് ഐറ്റംസ് തൊട്ട് ഏതാണ് അല്ലാത്തൊക്കെ ചോദിക്കും, വിച്ച് ഇസ് നോട്ട് കംസ് അണ്ടർ ദ കാറ്റഗറി ഓഫ് എംപ്ലോയി ബെനിഫിറ്റ് എക്സ്പെൻസ് ഒക്കെ ചോദിക്കാം. ഇതൊക്കെ ഒന്ന് അറിഞ്ഞിരുന്നു കേട്ടോ. സാർ ലാസ്റ്റ് കാണിക്കാം. ഇത് വേണ്ട, ഓക്കെ, മുമ്പ് കാണിച്ചു കേട്ടോ. ഇതെന്തൊന്ന് കോപ്പി ചെയ്തോ കേട്ടോ. എന്തായാലും മുമ്പത്തെ ഇത് വേണ്ട, ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചോ കേട്ടോ. ഓക്കെ മക്കളെ, അപ്പോൾ ഇത്തരം കാര്യങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ നോക്കിയിട്ട് വരിക കേട്ടോ. അപ്പോൾ നാളെ നമ്മൾ സെയിം തന്നെയാണ് ഡിസ്കസ് ചെയ്യുന്നത്. നാളെ നമുക്ക് ബാക്കിയുള്ള ചാപ്റ്റേഴ്സ് ഡിസ്കസ്, നാളെ കുറച്ച് അധികം ഉണ്ടാവും കേട്ടോ. നാളെ ഷെയർ ക്യാപിറ്റൽ, അതുപോലെ പാർട്ണർഷിപ്പിന്റെ എല്ലാ കേസും നമ്മൾ നാളെ ഡിസ്കസ് ചെയ്യും കേട്ടോ. ഓക്കെ, അപ്പോൾ നാളെ കാണാൻ ഡൗട്ടുള്ള ആയിരിക്കുകയാണെങ്കിൽ നിൽക്കുക, ബാക്കിലേക്ക് പോവാം കേട്ടോ. Sir, you share capital ഒരു question about അയച്ചിട്ടുള്ളൂ, ഞാൻ നോക്കിയിട്ട് പറയാം കേട്ടോ. ഷാർസ് അയച്ചോളൂ. അതുന എന്ത് വെച്ചാൽ അതിനൊക്കെ ഓഫാക്കാൻ അറിയില്ല, മൈൻഡ് കേൾക്കട്ടെ. അതിനൊക്കെ ലീവ് ആകാറ്, നമ്മൾ ഇവിടുന്ന് ലീവ് ചെയ്യണം, നമ്മൾ ഇവിടുന്ന് കട്ട് ചെയ്യുമ്പോഴേ അവിടെ ലീവ് ആകുള്ളൂ അല്ലെ. അതിനാ ഇല്ല, എനിക്ക് സംശയം ചോദിക്കാനില്ല, ഇവര് ചോദിക്കുന്ന സംശയം കേൾക്കാനില്ല. പക്ഷെ എനിക്ക് ഇപ്പൊ സംശയമായിരിക്കില്ല, എക്സാം എഴുതിയിട്ടും ചിലപ്പോ എനിക്ക് യൂസ്ഫുൾ ആയിട്ട് ഇൻഫർമേഷൻ കിട്ടിയാലും. എന്താ ഇത്, മറ്റേ ന്യൂസ് ചാനലില് വൈകിട്ട് കാണുന്ന ഇതല്ലേ, മീറ്റിംഗ് ഇല്ലേ എല്ലാവരും കൂടി ഇരുന്ന്, ആ മീറ്റിംഗാ എന്താ സന്ധ്യ ചർച്ച, അതേ സൗണ്ട് അല്ലേ ന്യൂസ് ചാനലിൽ കണ്ടോ. ന്യൂസ് ഈ റിപ്പോർട്ടർ ചാനലൊക്കെ ഉണ്ടാകും. ഒരു പ്രശ്നം കഴിയുമ്പോൾ വൈകിട്ട് 4 പേര്, ഒരു സാമൂഹിക പ്രവർത്തകൻ, ഒരു അഡ്വക്കേറ്റ് കൂടി ഇരുന്ന ഒരു ചർച്ചയുണ്ട്. അവിടെ ഒച്ചപ്പാട് ബഹളമൊക്കെ ഉണ്ട്. അതേ സംഭവമാണ് അത് ഞാൻ ചോദിക്കണേ.
ശരി സാർ, ഞാൻ പോയില്ലെന്ന് വേണ്ട, ഞാൻ പോകുന്നു കഴിക്കാൻ. ആ ശരി ശരി. ഓക്കെ, മാരിനോ വീണ്ടും വന്നിട്ടുണ്ടല്ലോ. ചോദിക്കും മാരിനോ ഏത് ചാനലാണെന്ന് പറഞ്ഞോ? റിപ്പോർട്ടർ TV കേട്ടോ, റിപ്പോർട്ടർ. ആ ക്വസ്റ്റ്യൻ ഒരു മിനിറ്റ് മോളെ, ഇപ്പൊ ഞാൻ നാളെ നോക്കിയിട്ട് പറഞ്ഞാൽ മതിയോ? വോയിസ് അയച്ചേക്കാം. ഓക്കെ ഓക്കെ.